അടുത്ത സെമിനാറാണ്. സെമിനാർ വിഷയം മുസ്ലിം കേരളയിൽ ഷീഈ സ്വാധീനം. ഇത് അവതരിപ്പിക്കുന്നത് കേരളക്കരയിലെ പ്രസംഗ കേരളത്തിൻ്റെ വെള്ളി നക്ഷത്രം ബഹുമാന്യനായ മൗലാന അബുൽ ഖൈർ അൽ ഖാസിമി അവറുകളാണ്. ആദരവോടെ, സ്നേഹത്തോടെ, ബഹുമാനത്തോടെ ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അനേകം ആയത്തുകളിൽ ഇപ്പോൾ എന്നോട് ഓതാൻ തോന്നിപ്പിച്ചതെന്ന ഈ ആയത്ത് നിങ്ങൾ കേട്ടു. ആശയ വിശദീകരണത്തിൽ കടക്കാതെ അതിൻ്റെ ഒരു ആശയ വിമർത്തനം നടത്തുകയാണ്. അള്ളാഹുവിൻ്റെ തിരുവുതലുകൾക്ക് വിരുദ്ധമായി അവിടുത്തെ സന്ദേശം എന്താണെന്ന് മനസ്സിലായതിനു ശേഷം ആരെങ്കിലും പ്രവർത്തിച്ചാൽ വിരുദ്ധമല്ലാതെ പ്രവർത്തിച്ച് വിജയിച്ച സ്വഹാബാക്കളുടെ മാർഗം അല്ലാത്ത വേറൊരു മാർഗം അനുഷ്ഠിക്കുകയും ചെയ്താൽ അയാൾ പോകുന്നതിലെ നമ്മൾ അയാളെ അയച്ചുവിടും. അയാൾ തിരിയുന്നതിലെ നമ്മൾ അവനെ തിരിച്ചുവിടും. അവൻ എന്താണ് ഏറ്റെടുക്കാൻ പോകുന്നത് അത് വഹിക്കാനുള്ള കരുത്ത് നമ്മൾ അവന് കൊടുക്കും. പ്രത്യേക പ്രതികൂല അനുഭവങ്ങളൊന്നും അയാൾക്ക് അനുഭവപ്പെടില്ല. അതുകൊണ്ട് അത് ശരിയാണെന്ന് മനസ്സിലാക്കി അയാൾ അങ്ങനെ പോകും. കുറേ കാലം പോയെന്ന് വരും, അവസാനം മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നമ്മുടെ നിലപാടെന്താണ്? അയാൾ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കലല്ല. വനുസ്ലിഹി ജഹന്നം, ജഹന്നം എന്ന് പാപികൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ച നരകത്തിൽ നമ്മൾ അവനെ പ്രവേശിപ്പിക്കും. വസാഅത്ത് മസീറ, അത് എത്ര മോശമായൊരു സ്ഥലമാണ്. അള്ളാഹു അതിനടുത്തേക്കൊന്നും നമ്മൾ എത്തിക്കാതിരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ നയപ്രഖ്യാപനമാണ് ഈ ആയത്തിൽ നമ്മൾ കാണുന്നത്. കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ ശേഷം കർമ്മങ്ങളെ വിലയിരുത്തി നടപടി സ്വീകരിക്കുക എന്നുള്ള സുതാര്യമായ നയമാണ് അള്ളാഹു തആല സ്വീകരിച്ചത്. ഒരു രഹസ്യ അജണ്ടയും അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. എന്തൊക്കെ നമ്മൾ ചെയ്യണം, ചെയ്യേണ്ട, എങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഒക്കെ വ്യക്തമായി അവസരത്തിന് ശേഷം പരിശോധിച്ച് അണുകളുടെ വ്യത്യാസമില്ലാത്ത രീതിയിലാണ് അള്ളാഹുവിൻ്റെ പ്രതികരണം. അവൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുവോളം നന്മ, അത് കുറച്ചല്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ടുകളയില്ല. അതിൻ്റെ പ്രതിഫലം അയാൾ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. അവൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അണുവോളം തിന്മ അത് പോട്ടെ എന്ന് വെക്കേണ്ട നീതിയുടെ മുമ്പിൽ. അതും വേണ്ടി വന്നാൽ അല്ലാഹു തആല വിചാരണക്ക് കൊണ്ടുവരും. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹി അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. മറ്റൊരിടത്തും അല്ലാഹു തആല പറഞ്ഞു, ഒരു കടുകുമണിയുടെ അത്രയെങ്കിലും പാപം ഒരു മനുഷ്യൻ്റെ ഉടനീള ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ആകാശങ്ങളിൽ ആകെ ലയിച്ചുപോയി, അല്ലെങ്കിൽ പാറകൾക്കടിയിൽ ലയിച്ചമർന്നുപോയി. ആർക്ക് കണ്ടെത്താൻ സാധിക്കും? പക്ഷേ അല്ലാഹു തആല അത് കൊണ്ടുവരും. അത് മുൻനിർത്തി പൂർണ്ണമായ വിചാരണ കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. മോനെ, ഈ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി നടക്കരുതെന്ന് ഒരു പിതാവ് മകനെ ഉപദേശിച്ചത് മറന്നുപോകാതെ ജനങ്ങൾ ഓർക്കാൻ വേണ്ടി ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പരിശുദ്ധ ഖുർആനിൽ ഒരധ്യായം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടാണ്
ഈ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പല കലാപരിപാടികളും പല സന്തോഷം പകരുന്ന പ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട്. അതിനല്പം വ്യത്യസ്തമായി വളരെ ഗൗരവമുള്ളൊരു വിഷയം ഇവിടെ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ വിഷയത്തിൻ്റെ പ്രാധാന്യവും വൈപുല്യവും സദസ്സിൻ്റെ ശുഷ്കാവസ്ഥയും കാണുമ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ അധികമൊന്നും പ്രവർത്തനശേഷിയില്ലാത്ത എന്നെപ്പോലത്തെ ഒരാൾ അനുകൂലിക്കാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞതല്ലാതെ അത്രയും മനക്കരുത്തില്ലാത്ത ഒരാൾ ഇതിൽ വിജയിക്കുമെന്ന് തോന്നിയില്ല. പക്ഷെ വിജയം വരാത്തതിൻ്റെ കാര്യം ഇവിടെ ഇല്ല. ഒരു കാര്യം തീർച്ചയാണ്, ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവിത രീതി തന്നിട്ടുണ്ട്. ആ രീതി സ്വീകരിക്കുമ്പോൾ ചില അനുഷ്ഠാനങ്ങൾ എന്നതുപോലെ ചില ആദർശങ്ങളും വൈകല്യമില്ലാതെ അയാൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് മൊത്തം പറയുന്ന പേരാണ് ദീനുൽ ഇസ്ലാം. ഒരുപാട് ദീനുള്ള ലോകത്ത് കാലത്ത് അല്ല പറയുന്നു, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൽ സ്വീകാര്യയോഗ്യമായ മതം അള്ളയല്ലേ ഏതാണെന്ന് പറയേണ്ടത്? അവൻ പറയുന്നു അത് ഇസ്ലാമാണ്. അതല്ലാത്തൊരു മതം ഞാൻ ആരെങ്കിലും സ്വീകരിച്ചു പോയാലോ, അല്ലാത്തൊരു അനുഷ്ഠാന രീതി സ്വീകരിച്ചാലോ, അല്ലെങ്കിൽ ഒരു ആദർശത്തെ അംഗീകരിച്ചാലോ, ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, ഒരിക്കലും അള്ളാഹു അവൻ്റെ ആ പ്രവർത്തനം സ്വീകരിക്കുകയില്ല. അള്ളാഹ് സ്വീകരിക്കാത്ത മതമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഉപദേശമാണ് നമ്മോട് മുഅ്മിനീൻ കൊണ്ട് പറയാനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ ഹഖ തുഖാതി, സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കേണ്ടതുപോലെ തന്നെ നിങ്ങൾ ജീവിക്കണം കേട്ടോ. കുറച്ച് ദിവസം പോരാ. വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ആ ജീവിതത്തിലായിക്കൊണ്ട് നിങ്ങൾക്ക് മരിക്കണം. അഥവാ മരിക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം. ശരിക്കും അള്ളാഹുവിനെ ആദർശത്തിലും അനുഷ്ഠാനത്തിലും അള്ളാഹുവിൻ്റെ താല്പര്യത്തിലും അനുസരിക്കുന്നവരായിരിക്കണം. മരണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കയ്യിലല്ല, അത് അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയാണ്. ജീവിതം എന്നതുപോലെ ഞാനൊരു മഖ്ലൂക്കാണെങ്കിൽ എൻ്റെ ജീവിതം ഒരു മഖ്ലൂക്കാണ്, എൻ്റെ മരണം മറ്റൊരു മഖ്ലൂക്കാണ്. ഖാലിഖുമൊക്കെ അള്ളയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്, ജീവിത മരണം മഖ്ലൂക്കുകളാണ്, സൃഷ്ടികളാണ്. അള്ളാഹ് സൃഷ്ടിക്കുമ്പോൾ മരിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല, അതുപോലെ ജീവിക്കാതിരിക്കാൻ. അങ്ങനെയാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിക്കുന്നത്. എന്തിനാണിത്? ലിയബ്ലുവക്കും അയ്യുക്കും ഹസനു അമല, ആരാണ് നിങ്ങൾ നല്ല അമൽ ചെയ്യുന്നത്, അള്ളാഹു പറഞ്ഞതുപോലെ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതം. അതിനുള്ള സൗകര്യങ്ങൾ അള്ളാഹു തആല ഒരുക്കുമ്പോൾ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടിയുള്ള ശക്തികളെ അള്ളാഹു തആല തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അള്ളാഹുവിന് എല്ലാ കഴിവും സ്വയമാണ്. പക്ഷേ അള്ളാഹു പലർക്കും പല അളവിലും കഴിവ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ കഴിവ് കൊടുത്തത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസിനാണ്. ഇബ്ലീസിന് കൊടുത്ത അത്ര കഴിവോടെ ആർക്കും കൊടുത്തിട്ടില്ല. അത്ര ഭാഷാപരിജ്ഞാനം, അത്ര സീനിയോരിറ്റിയും, അത്ര പ്രവേശന സഞ്ചാര സൗകര്യമൊന്നും മനുഷ്യൻ്റെ മനസ്സിൽ കിടന്ന വിശ്വാസം ഉണ്ടാക്കാൻ, അത് വിചാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണ്ടത് അവിടെ ചെയ്യാൻ ആർക്കും അത് സാധിക്കാം. രക്തം നടക്കുന്നതിലൂടെ സഞ്ചരിക്കാൻ, എവിടെയാണ് ഇക്കിളി ഉണ്ടാക്കേണ്ടത്, എവിടെയാണ് മടുപ്പുണ്ടാക്കേണ്ടത്, അവിടെ പോയിട്ട് അത് ഉണ്ടാക്കാനൊക്കെ കഴിവാണ് അള്ളാഹ് കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ മഴ വർഷിപ്പിക്കാൻ, ഇടിയുണ്ടാക്കാൻ, മിന്നലുണ്ടാക്കാൻ, ഇതൊക്കെ ചരിത്രത്തിൽ നടന്നാണ്. ഇബ്ലീസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അള്ളയായിട്ട് തന്നെ അവതരിപ്പിക്കാൻ, ഒരു വലിയൊരു വലിയന് ഇത് എൻ്റെ അള്ള അല്ല എന്ന് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ശരിക്ക് അള്ളാഹുവിൻ്റെ പാർട്ട് സൃഷ്ടിപ്പ്, സ്ഥിതി, സംഹാരം നടത്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ട് ആളെ വഴിതെറ്റിക്കാനുള്ള കഴിവ് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പരിചയപ്പെട്ടോന്ന് എനിക്കറിയില്ല. തുഹ്ഫത്തുൽ ഈമാൻ ഫി ജമ്മി കലാമി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അനിൽ ജാൻ എന്നൊരു കിതാബ്, തടിച്ച 2 വാല്യങ്ങളാണ്. കേരളത്തിലെ പണ്ഡിതന്മാർ ശൈത്താൻ ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എവിടെ, നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാതെ നടക്കുന്ന അവസ്ഥയിലാണ്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ സമുദ്രം പോലെയുള്ള പരന്നു കിടക്കുന്ന വാല്യങ്ങളുള്ള വിവിധ ശാഖകളിൽ പടർന്നു കിടക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്തിട്ടാണ് ഈ കിതാബ് ഉണ്ടാക്കിയത്. ഈ 2 തടിച്ച വാള്യങ്ങൾ അത് വായിക്കുമ്പോഴാണ് ശൈത്താന് അള്ളാഹു കൊടുത്തിട്ടുള്ള വലിയ വലിയ കഴിവുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ശത്രു എത്രത്തോളം കഴിവുള്ളവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവൻ്റെ വലയിൽ നമ്മൾ കുടുങ്ങും.
അതുകൊണ്ട് ശരി മനസ്സിലാക്കുമ്പോൾ തെറ്റും നമ്മൾ മനസ്സിലാക്കണമെന്നുള്ളത് നമ്മുടെ അറിവിൻ്റെ ഒരു ഭാഗമാണ്. ഇത് എൻ്റെ വകയല്ല. ഇമാം ഖസായി റളിയല്ലാഹു തആല അൻഹു മതവിജ്ഞാനത്തെ പൊളിച്ചെഴുതിയപ്പോൾ ഇഹ്യാ ഉലൂമുദ്ദീൻ ഉദ്ധരിച്ചു, അറഫ്തു ശർറ ലാ ലിശ്ശർരി ലാകിൻ ലീ തവഖീഹി ഫമൻ ലാ യഅരിഫു ശർറ മിനൻ നാസി യഖഉ ഫീഹി. ഞാൻ തെറ്റ് പഠിച്ചു. ഖൈറ് മാത്രമല്ല ഞാൻ പഠിച്ചത്, ഞാൻ ഷെറ് പഠിച്ചു. വേണ്ടത് പഠിക്കും, വേണ്ടാത്തത് ഞാൻ കുറെ പഠിച്ചു. എന്തിനാണ് വേണ്ടാത്തത് പഠിച്ചത്? വേണ്ടാത്തൊരുത്തം പഠിച്ചില്ലെങ്കിൽ അത് വേണ്ടാത്തിൽ അറിയാതെ പെട്ടുപോകും. അതിനാണ് ഞാനത് പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അള്ളാഹിനെ പഠിക്കുമ്പോൾ ഇബ്ലീസിനെയും പഠിക്കണം. അള്ളാഹുവിന്റെ തന്ത്രങ്ങൾ, അള്ളാഹു ഖൈറുൽ മാക്കിരീൻ, ആരെക്കാളും വലിയ തന്ത്രജ്ഞനാണ് അള്ളാഹു തആല. അജാതി കുതന്ത്രങ്ങളൊക്കെ ശൈത്താനും അവൻ്റെ ആൾക്കാർക്കും ഉണ്ടെന്ന് അള്ളാഹു തആല കൊടുത്തു വെച്ചിട്ട് പറയാം. അതുകൊണ്ട് അത് നമ്മൾ പഠിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇസ്ലാമിൻ്റെ പ്രാരംഭ കാലഘട്ടത്തിൽ ഉടലെടുത്തിട്ടില്ല. ഇസ്ലാമിൻ്റെ പ്രാരംഭകാലം എന്ന് പറഞ്ഞാൽ ഖലീഫമാർ ജീവിക്കുന്ന കാലമൊക്കെ ഇസ്ലാമിൻ്റെ പ്രാരംഭ കാലമാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഖർനല്ലേ. എൻ്റെയും എൻ്റെ ഖലീഫമാരുടെയും സുന്നത്തുകൾ പിൻപറ്റണമെന്ന് ലോകത്തോട് പറഞ്ഞ ആ കാലം പ്രാഥമിക കാലഘട്ടമാണ്. അവിടെ തന്നെ ആരംഭിച്ചു. ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലം, ഉമർ ഫാറൂഖ് ഖാൻ്റെ കാലത്തൊക്കെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടിരുന്നത് ആദിവാസികളായ പ്രബലരായ ജൂതന്മാരെയായി. മദീനയിൽ ഇപ്പോഴും അബൂറാഹിബിൻ്റെ കോട്ട കാണാം. ആ കെട്ടും മട്ടും അതിൻ്റെ ചെത്തും പടവൊക്കെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോരെ 1400-500 കൊല്ലത്തിലധികമുള്ള ആ കോട്ട, ആ ഭിത്തിക്കൊരു കേടും പറ്റാത്ത രീതിയിൽ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടാക്കാൻ സാധിച്ച ആ ഭൂപ്രഭു, അയാളാണല്ലോ തല വെട്ടിക്കളഞ്ഞ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല പ്രബല ഗുണമേൽ നാട് കടത്തിക്കളഞ്ഞു, പലതും ചെയ്യേണ്ടി വന്നു. അപ്പം ആ പക മനസ്സിന്ന് പോകില്ലല്ലോ. അപ്പം അവർ പല രീതിയിലും വരും. ആരുടെ പിന്നാലെയും കൂടും? ക്രിസ്ത്യാനികളുടെ പിന്നാലെ കൂടും, മുസ്ലിങ്ങളുടെ പിന്നാലെ കൂടും. അമേരിക്ക അവിടെ ബോംബിട്ടു എന്ന് പറയും. അമേരിക്ക അല്ല ഇട്ടത്, പാവം ക്രിസ്ത്യാനികളെ മുമ്പിൽ നിർത്തുകയാണ് യഹൂദികളാണ്. ലോകത്തിലെ കോടീശ്വരന്മാർ ജൂത മുതലാളിമാരാണ്. അങ്ങനെ അത് പറഞ്ഞു പോണ്ട. അപ്പം അവർ ഏർപ്പാടിച്ചു. അങ്ങനെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് കണ്ട വെളിച്ചം, അതിലേക്ക് കടന്നു വന്ന അബ്ദുല്ലാഹ് ഇബ്നു സബ യഹൂദിയായിരുന്നു. അയാൾ മുസ്ലിമായി. എല്ലാവർക്കും വളരെ സന്തോഷമായി. പക്ഷെ അയാൾ ഉള്ളു മുസ്ലിമായിരുന്നില്ല. മഗ്ലൂബി അലൈഹിമായി പോയ ആൾക്കാർക്ക് പെട്ടെന്ന് മാറാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കാമെന്ന് പറയാൻ പകരം ഞങ്ങളെ ആ കൂട്ടത്തിൽ ആക്കല്ലേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. മറ്റു വല്ലാത്തൊരു കാര്യമാണ്. തൽക്കാലം നമ്മൾ കൈ രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി നമ്മൾ പടച്ചവനോട് പറയുന്നതാണ്. അപ്പം അവരിവിടെ ജീവിക്കുന്നുണ്ട്. അയാൾ മുസ്ലിമായിട്ട് വന്നിട്ട് അവസരം പോലെ ചില ആൾക്കാരെ ചെവിയിൽ മന്ത്രിച്ചു. ഈസാ നബി അലൈഹിസ്സലാം മുഹമ്മദിനേക്കാൾ ശ്രേഷ്ഠനാണെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മണ്ണിൽ അന്തി ഉറങ്ങാം. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹു തആല ആദരിച്ച് വാനലോകത്ത് സ്വർഗീയ ജീവിതം കൊടുത്തിരിക്കുക. അതുകൊണ്ട് ആകാശത്തുള്ള ഈസാ നബി ആണല്ലോ ഭൂമിയിൽ കിടക്കുന്ന മുഹമ്മദിനേക്കാൾ നല്ലത്. ചെറുക്ക് ഒരു സംശയം വരും. ഇങ്ങനത്തെ ഓരോ സംശയങ്ങൾ ഉണ്ടാക്കി. അതൊരു ഉദാഹരണം പറഞ്ഞ അപ്പം അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നരുത് കേട്ടോ. മീർസ ഗാലിബിനോട് ഒരു ക്രിസ്തീയ പാതിരി ഇത് പറഞ്ഞു, ഈ കാര്യം പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞതെന്നറിയോ? സമുദ്രത്തിന്റെ അടിയിലാണ് മുത്ത് കിടക്കുക. ഊബർ ഹുബാവേനാത്തവ, മുകളിൽ നിൽക്കുന്നത് പൊട്ടിപ്പോകുന്ന കുമിളുകളായി. മുകളിലായി എന്നുകൊണ്ട് മഹത്വമല്ല, അടിയിൽ രത്നം കിടക്കും. അതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അമൂല്യ രത്നമാണ്. അടിയിൽ കിടന്നുകൊണ്ട് വില കൂടുകയാണ്, കുറയുന്നില്ല. മുകളിലായി എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ വില കൽപ്പിക്കാൻ പറ്റില്ല എന്ന് പെട്ടെന്ന് കവിയുടെ മറുപടി കൊടുത്തു. നിങ്ങളെ മനസ്സൊന്നാണ് മുന്നോട്ടേച്ച് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി തെളിയിച്ച ദീനിനെതിരിൽ പല സംശയങ്ങളും ഇബ്നു സബ ഉണ്ടാക്കി, അയാൾ ആൾക്കാരുണ്ടാക്കി. ഫിത്ന വർദ്ധിച്ചു. ഖലീഫമാർക്കെതിരിൽ ഫിത്നയുണ്ടായി. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ അവസാന കാലത്ത്
അത് പൊട്ടി. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിമീങ്ങൾ കൊന്നു. തെറ്റിദ്ധരിപ്പിച്ചാൽ ശുദ്ധീകരിക്കാറല്ലേ? തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിക്കാൻ മനസ്സിലായില്ല. കാരണം മുസ്ലിമായ വലിയ താടിയും പോക്കെയുള്ള വലിയ ആളല്ലേ ഈ പറയണത്. അവ കുറച്ചൊക്കെ വസ്തുതയുണ്ട്. സ്വന്തക്കാരെ ആക്കിയ ഒറ്റ മുഖം പറഞ്ഞ് നേരുവാണെന്ന് പോകും. അല്ലാഹു അങ്ങനെ സംഭവിച്ചു. ഉദാഹരണങ്ങൾ ഞാൻ നിരത്തുന്നില്ല. ആകപ്പാട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്തതോടു കൂടെ മുസ്ലിം ലോകത്ത് ഒതുക്കിയാലൊതുങ്ങാത്ത കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂബക്കറിന്റെ ഉമറിന്റെ കാലത്ത് സിറിയയിലെ ഗവർണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ എളാപ്പൻ്റെ മകനാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. അതുപോലെ തന്നെയാണ് ബന്ധം ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ ഉള്ളത്. അക്രമമായി കൊന്ന അക്രമികളോട് പ്രതികാരം വീട്ടണമെന്നുള്ളത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് അതാദ്യം നടക്കണം, എന്നിട്ട് മതി മറ്റ് കാര്യങ്ങൾ എന്ന് സിറിയക്കാരുടെ പിൻബലത്തോടെ മുആവിയ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. സിറിയക്കാരുടെ പിൻബലമുണ്ടായ എന്താ കാരണം? ഈ കലാപകാരികൾ വെട്ടിവീഴ്ത്തിയപ്പോൾ കൂടെ അറ്റുപോയ നായില എന്ന് പറഞ്ഞ റളിയല്ലാഹുവിൻ്റെ പത്നിയുടെ അറ്റ വിരലുകളും ആ സാഹചര്യത്തിലെ വസ്തുക്കളുമൊക്കെ അവിടെ കൊണ്ടുവന്ന് പ്രകടിപ്പിച്ച് ആ നാട്ടുകാർ പറഞ്ഞു മാവിദാഹിനോട്, ഇത് തീർന്നതാണ് മറ്റു പ്രശ്നങ്ങൾ വേണ്ടത്, അത് നമ്മുടെ അവകാശമാണ്, നിങ്ങൾ എളാപ്പൻ്റെ മോനല്ലേ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ എളാപ്പൻ്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞു. അവരുടെ വികാരത്തിന് വഴങ്ങി ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിന് ആ കാര്യം ഉയർത്തിപ്പിടിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനോട് ബൈഅത്തിന് അവിടെ ഇരിക്കട്ടെ, ആദ്യം ഇത് തീർക്കി, എന്നിട്ട് ഞാൻ ബൈഅത്ത് ചെയ്യാം. എനിക്ക് ഭരണം വേണ്ട, ഖിലാഫത്ത് വേണ്ട. ഇവിടെ ജൂത ചരിത്രകാരന്മാർ, ഷിയാന്ന് ഞാൻ പിന്നെ പറയാൻ പോകുന്നുള്ളൂ, ഷിയായിസത്തിന് പ്രചോദനം കൊടുക്കേണ്ട ആൾക്കാർ ഇവിടെ പറഞ്ഞു വരുത്തിയിരിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു തആല ഭരണത്തിന് വേണ്ടിയുള്ള സംഘടന ഉണ്ടാക്കി, ഇതിലുണ്ടാക്കിയത് അല്ല. അത് വികലമാക്കപ്പെട്ട ചരിത്രമാണ്. ശരിയായ ചരിത്രം ഇതാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ആ ജനങ്ങളെല്ലാം ആവശ്യപ്പെടുകയാണ്. അവർക്ക് സഹിക്കണില്ല, അദ്ദേഹത്തിന് സഹിക്കണില്ല. അള്ളാഹു കൊടുത്ത അവകാശം അത് നടപ്പാകണം. എന്നാൽ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വീക്ഷണം, ബൈഅത്ത് ആദ്യം നടക്കട്ടെ, നിങ്ങൾ എന്നെ ഖലീഫ അംഗീകരിക്കി, എന്നിട്ട് എനിക്ക് കേസ് തരും, ഞാൻ ആളെ കണ്ടു വിധി നടപ്പാക്കാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം ഏത് നടക്കണം എന്നുള്ള ഒരു തർക്കം സ്വാഭാവികമാണ്. അധികാരം പിടിച്ചു വെച്ചാലുള്ള തർക്കമല്ല, അതിനൊക്കെ ചെയ്യേണ്ട മാർച്ച് വേറെയാണല്ലോ. ഈ സാഹചര്യത്തിൽ കലാപങ്ങളുണ്ടായി. നിഷ്പക്ഷ മതികൾക്ക് കാപട്യമറിയില്ല. ശത്രുക്കൾ തെറ്റിദ്ധരിപ്പിച്ചോ അവർ യുദ്ധം ചെയ്യേണ്ടത് യുദ്ധം ചെയ്തു, ലോകം നിർത്തിക്കൊണ്ട് തന്നെ. അങ്ങനെ ഹസ്രത്ത് അലി അള്ളാഹുനും മുആവിയ റളിയല്ലാഹു പക്ഷക്കാർ തമ്മിൽ ഘോര ഘോര യുദ്ധങ്ങളുണ്ടായി, ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഭരണത്തിന് വേണ്ടിയായിരുന്നില്ല. അങ്ങനെ കുറച്ചങ്ങ് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വലിയൊരു സൂഫിയായിരുന്നു. കൂടെയുള്ളവരെ ഡിപ്ലോമസി അനുസരിച്ച് നയപരമായി കൂടെ നിർത്താൻ മാത്രമുള്ള ഭൗതിക ആഡംബരം കുറഞ്ഞ ആളാണ്, വലിയ പണ്ഡിതനാണ്. അതുകൊണ്ട് കൂടെയുള്ളവരെ ശരിക്ക് കൊണ്ടു നടക്കാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത സാഹചര്യത്തിൽ എങ്കിലും യുദ്ധം സിഫീനിൽ യുദ്ധം വിജയിക്കുകയാണ്. ഏതാണ്ട് വിജയത്തിന്റെ സമയത്തെത്തിയ സമയത്താണ് പരിശുദ്ധ ഖുർആൻ പൊക്കിപ്പിടിച്ചിട്ട് നമുക്കിതിലേക്ക് മടങ്ങാം, നമ്മൾ ചോര ചെന്ന് നിർത്താമെന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അല്ലാഹു തആല അത് അംഗീകരിച്ചു. സമാധാനം. ഏത് ഭാഗത്ത് കൊല്ലപ്പെട്ടാലും മുസ്ലിം അല്ലേ തീരുന്നത്. അതുകൊണ്ട് നമ്മൾ മുസ്ലിങ്ങളെ കൊല്ലാൻ വന്നവരല്ല. അവർ ചിന്തിച്ചതുപോലെ അല്ലാഹു ചിന്തിച്ചു. അങ്ങനെ രണ്ടു കൂട്ടരും അത് അംഗീകരിച്ചു. അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞ് കാണും വഞ്ചനയായിപ്പോയി. നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഖുർആൻ പൊക്കി പിടിച്ചിട്ട് നമ്മളെ ഇടങ്ങാറാക്കുകയാണ് ചെയ്തിരിക്കുന്നത്, നമ്മളെ തോൽപ്പിച്ച് മുതലെടുക്കാൻ വേണ്ടിയാണ് എന്നൊരു കൂട്ടർ പറഞ്ഞു. അങ്ങനെ പാളയത്തിൽ പടയായി. ഒരു കൂട്ടർ അലി അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ ആദരവില്ല, അതിരുവിട്ടുപോയ ഒരു ആൾക്കാരുണ്ടായപ്പോൾ വിരോധത്തിൽ അതിരുവിട്ടുപോയി. അലിയാർ കാഫിറാണെന്നും അദ്ദേഹത്തിന് അനുകരിക്കുന്ന ആൾക്കാർ കാഫിറുകളാണെന്നും അവരെ കൊല്ലൽ നിർബന്ധമാണെന്നും അവരെ സ്വത്ത് എടുക്കാമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം തന്നെ വന്നു ഖവാരിജികൾ. ഷിയാക്കളും ഒരേ കാലാവസ്ഥയിൽ മുളച്ച രണ്ട് ചെടികളാണ്. രണ്ടും ഭയങ്കര പ്രസ്ഥാനങ്ങളായി മാറി പലതും ചെയ്തു. ബഹുമാനപ്പെട്ട അലി അള്ളാഹുവിനെ കൊന്നു, പലരെയും കൊന്നു. അലി അള്ളാഹുവിന് ആരാണ്? ഷിയാക്കളുടെ അള്ളാഹിന്റെ വലിയ. അള്ളാഹുവിന്റെ വലിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
കൂടുതൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ കൂടെ എടുക്കുമ്പോൾ അള്ളാഹ് അങ്ങോട്ട് എടുക്കും. അപ്പോൾ അള്ളാഹ് ആ മനുഷ്യൻ്റെ കാണുന്ന കണ്ണാകും, കേൾക്കുന്ന കാതാകും, പിടിക്കുന്ന കയ്യാകും. അങ്ങനെ അള്ളാഹ് തന്നെ ആവും. അപ്പോൾ അള്ളാഹ് കണ്ണായാൽ കാതായാൽ അള്ളാഹ് ചെയ്യുന്നതൊക്കെ ചെയ്യാൻ സാധിക്കും. കാരണം അള്ളാഹ് കാണുന്നതൊക്കെ കാണും, അള്ളാഹ് കേൾക്കുന്നതൊക്കെ കേൾക്കും. അപ്പോൾ എവിടുന്നോ വിളിച്ചാൽ ഇവിടുന്ന് കേൾക്കും. അങ്ങനെ ചരിത്രത്തിൽ ചില ഭാഗങ്ങളൊക്കെ കൂട്ടിയെടുത്തിട്ട് അവരത് ജനങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചു. ഇന്നിപ്പോൾ ചെയ്യുന്നത് പോലെ കഴിച്ചോളി. ഔലിയാക്കന്മാർക്ക് ഇങ്ങനെ അർത്ഥം കൊടുത്തു. ഇന്ന ഔലിയാഹു ഇല്ലൽ മുത്തഖൂൻ. അള്ളാഹുവിന്റെ ഡിക്ഷണറി മാറ്റിവെച്ചു. അള്ളാഹ് പറഞ്ഞ ഔലിയാക്കന്മാരാണ്, മുത്തഖീങ്ങളാണ് ഔലിയാക്കന്മാർ. ആരാണ് കൂടെ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ആരാണ് തഖ്വയിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നത് അയാളാണ് കൂടുതൽ കറാമത്തുള്ള വലിയ എന്ന് അള്ളാഹു തആല പറഞ്ഞു. അക്രം ഊക്കൻ കറാമത്ത് അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോൾ തഖ്വയിൽ മുന്നേറാനാണ് അലി അള്ളാഹു തആലാനും സഹാബാക്കളും അള്ളാഹുവിന്റെ യഥാർത്ഥ ഔലിയാക്കന്മാരും ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ പോകുമ്പോൾ അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാർ മുഖേന അള്ളാഹുവിന് അവന്റെ ദീൻ നിലനിർത്തണം തോന്നുമ്പോൾ, അള്ളാഹ് ഇഷ്ടപ്പെടുമ്പോൾ ചില അസാധാരണ സംഭവങ്ങൾ അള്ളാഹ്ക്ക് കാണിക്കാലോ. ഇവർക്ക് കഴിയില്ല, അള്ളാഹുവിന് കാണിക്കും. അള്ളാഹ് അല്ലാതെ ആർക്കും കഴിയില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ അഖീദ ലാ ഇലാഹ ഇല്ലല്ലാഹ് നേർക്കുന്നതിനുള്ള അർത്ഥം അതാണ്. തൗഹീദ് പഠിപ്പിക്കാൻ ഇവിടെ വന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വന്ന പ്രവാചകരിൽ ഏറ്റവും ഉയർന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിൻ്റെ കുടുംബം യുഖീമുസ്സലാത്ത, ലോകത്ത് അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം, അതിനുവേണ്ടി എൻ്റെ ത്യാഗം ഭാര്യ മക്കൾ വിട്ടേച്ചിരിക്കുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാം മാറി പ്രാർത്ഥിക്കുന്നുണ്ട്. വാപ്പയില്ലാതെ ഉമ്മയുടെ തൈലയും കൊണ്ട് ലായിലായുടെ അർത്ഥം പറച്ച ദബീഹുല്ലാ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അറക്കണം. അത് ലായിലായുടെ അർത്ഥമാണ്. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കണം, അള്ളാഹ്ക്ക് വേണ്ടി മരിക്കണം. അപ്പോൾ ഒരാൾ മരിക്കണം, അല്ല മറ്റാൾക്ക് അറക്കാൻ പറ്റില്ലല്ലോ. ഓ മഹയായ ഒമാത്തി ഇല്ലാഹി റബ്ബിൽ ആലമീൻ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ അർത്ഥം. അതുകൊണ്ട് സ്വപ്നം കണ്ടു വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മകൻ തയ്യാറായി. പാപ്പാ നിങ്ങൾ എന്നെ ഞാൻ അംഗീകരിച്ചു തരാമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അറുത്തിട്ട് മുറിഞ്ഞില്ല. എന്തിനാ അവരങ്ങോട്ട് കൊണ്ടുപോയത്? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയണത്, സുന്നി അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വളരെ ഇഖ്ലാസോടെ ചെയ്യുന്നതിന് ഒരു തടസ്സവും വരണ്ട. നമുക്ക് ആ ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് അള്ളാഹുവിൻ്റെ ഈ ഇഷ്ടം നടപ്പാക്കാൻ മോനെ പാപ്പ എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി പോയതാണ്. വതല്ലഹുൽ ജബീൻ. മകൻ പറഞ്ഞു, നിങ്ങളെ ഇഖ്ലാസിലാണ് ഇപ്പം എനിക്ക് സംശയം. ഒരുപക്ഷെ എൻ്റെ കോമളമായ മുഖത്തേക്ക് നോക്കി അറക്കുമ്പോൾ എൻ്റെ രക്തം തെറിക്കുമ്പോൾ നിങ്ങൾ കൈ വിറച്ചു പോയാലോ? അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മുഖം കാണണ്ട പാപ്പ, നിങ്ങൾ കയ്യും കാലും കെട്ടിയിട്ട് എൻ്റെ മുഖം കീഴ്പ്പെട്ടാക്കി കടത്തി എന്നെ അറക്കണമെന്ന് മകൻ നിർദ്ദേശിച്ചുവെന്നാണ്. എന്നിട്ടാണ് വതല്ലഹുൽ ജബീൻ, നെറ്റി കീഴ്പ്പെട്ടാക്കി കവിഴ്ത്തി കടത്തിട്ടാണ് അർത്ഥമെന്ന് ഖുർആൻ. മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുത്തിട്ടും കഴുത്തറ്റില്ല. അത് നമുക്ക് പറയാനുള്ളത് കത്തിക്ക് മുറിക്കാൻ കഴിവില്ല എന്നാണ്. വേണ്ട, കത്തിക്ക് മുറിക്കാൻ കഴിവില്ല. അതേ കത്തി കൊണ്ടല്ലേ അടുത്ത പാറക്കല്ല് വെട്ടിയിട്ട് മുറിഞ്ഞത്. ആ കല്ല് ഇപ്പോഴും അവിടെ ഉണ്ട്. 2 കൊല്ലം മുമ്പ് ഞാൻ അവിടെ നിന്ന് ഒരു പട്ടാളക്കാരനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ മൂടി വെച്ചിരിക്കുകയെന്ന് പറയുന്നത് മുമ്പ് കണ്ടതാണ്. പിന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ആടിനെ കൊണ്ടുവന്നു. അതിൻ്റെ കൊമ്പ് ഇപ്പോഴും മക്കത്തുണ്ട്. ഇത്ര നീളമുള്ള വളഞ്ഞു തിരിഞ്ഞ കൊമ്പാണ്. കഅബയുടെ അകത്തേന്ന് ഇപ്പോഴത്തെ വേറെ സൂക്ഷിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എത്ര വലിയ ആടാണ്. അതേ കത്തി കൊണ്ടല്ലേ ആടിനെ അറുത്തത്. ഈ ചെറിയ കഴുത്ത് മുറിഞ്ഞില്ല, കത്തിക്ക് മുറിച്ചല്ല, ശരിയല്ലല്ലോ. എന്താണ് അതിലുള്ള പാഠം? അവിടുത്തെ സുന്നി അർത്ഥം, അല്ലാഹുവിനല്ലാതെ കാര്യം നടത്താൻ അമ്പിയാ മുർസലീങ്ങൾക്ക് പോലും കഴിയുകയില്ല. അത് ഖലീലുള്ളാഹിയെ തിരക്കല്ല, നബിയുള്ളാഹിയെ തിരക്കണില്ല. നമ്മൾ പറയും ഓരൊക്കെ വിചാരിച്ച അള്ളാഹ് വേഗം ചെയ്തു കൊടുക്കും. അള്ളാഹിന്റെ അടുത്ത ആൾക്കാരാതുണ്ട്. ഇതിയും വലിയ അടുത്ത ആളാരാ? ഈ വാപ്പിമാനേക്കാൾ അധികം അടുത്ത ആൾ ആരാണുള്ളത്? അവർ ഡ്രാമ അഭിനയിച്ച് ടിക്കറ്റ് വെച്ച് കാശ് വാങ്ങാൻ പോയതല്ലല്ലോ, അള്ളാഹുവിന് വേണ്ടി മരിക്കാനും കൊല്ലാനും പോയതല്ലേ. എന്നിട്ടും മുറിഞ്ഞില്ല. എന്താ അള്ളാഹ് കൂട്ടു നിൽക്കാൻ? നീ അതാ ചിന്തിക്കേണ്ടത്. നമ്മളെ കണക്കിന് കൂട്ടു നിൽക്കണമല്ലോ. നമ്മളാരും വിചാരിച്ച മാതിരി അല്ലല്ലോ. അല്ലാഹു തആല രണ്ടുപേരും ആഗ്രഹിച്ച ഒരു കാര്യത്തിന് തുണ നിന്ന് കൊടുക്കണ്ടേ? നിന്നില്ലല്ലോ. എന്നിട്ടല്ലേ പറയാഞ്ഞത്? അത് എന്തുകൊണ്ട് നിന്നില്ല? അപ്പൊ അള്ളാഹ് അവന്റെ അധികാരമൊന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. അമ്പിയാക്കന്മാർക്കും മുസ്ലിങ്ങളും കൊടുത്തില്ല, പിന്നെ ഔലിയാക്കന്മാർക്ക് എവിടുന്ന് കിട്ടാനാണ്? അവരെ വയ്യ പോയിട്ടാണ്. ഞാൻ വിഷയം വേമേ തീർക്കാം. ഉസ്താദിന്റെ ഭാഗവക്കും ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു
നഹാവന്തിലേക്ക് മദീനായിലെ മെമ്പറിൽ വെച്ചിട്ട് ഖുത്ബ വിളിച്ചു പറഞ്ഞു, യാ സാരിയത്തിൽ ജബൽ ജബൽ, അല്ലയോ സാരിയ, മലയുടെ കാര്യം ശ്രദ്ധിക്കൂ. മലയ്ക്കപ്പുറത്ത് ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സംഘം ചേർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഓർമ്മ വന്ന് ഈ ശബ്ദം കേട്ടു. അദ്ദേഹം പ്രതിരോധിച്ചു, അൽഹംദുലില്ലാ വിജയിച്ചു. ആ വിജയ സന്ദേശം അവിടെ നിന്ന് ഇവിടെത്താൻ 3 മാസത്തെ യാത്ര വേണം. ഏകദേശം ഇവിടെ എത്തല്ലോ എന്ന് മനസ്സിലാക്കി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഴിയിൽ പോയി കാത്തു നിൽക്കാൻ. 3-ാം ദിവസമാണ് ഒരു കുതിരക്കാരൻ ഓടി വരുന്നത്. അവിടുന്ന് വരിക, വിജയ സന്ദേശം പറയാം. ആളെ മനസ്സിലായില്ല. ഉമർ ഫാറൂഖ് പിന്നാലെ ഓടി. അങ്ങാടി ചെന്നപ്പോൾ അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ, എല്ലാവരും സലാം. അയാൾ പേടിച്ചു പോയി, പടച്ചോനെ ഞാൻ ആരാണീ ഓടിക്കുന്നത്? ഖലീഫ അമീറുൽ മുഅ്മിനീൻ. അദ്ദേഹത്തിന് 3 മാസമായിട്ട് അവിടെ ജയിച്ചോ തോറ്റോ എന്നറിയാൻ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല പോലും. അതെന്താ പണി? ഇവിടുന്ന് അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് കേൾക്കുകയും അത് കാണുകയൊക്കെ ചെയ്ത് ഉമർ ഖത്താബിന് 3 മാസം കഴിയേണ്ടി വന്നോ അവിടുത്തെ വിജയ സന്ദേശം കേൾക്കാൻ? ശരി, അവിടെ നമുക്ക് ഇങ്ങോട്ട് വരാം. ഇതേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അത് ഞാൻ നിഷേധിക്കല്ല. അള്ളാഹുവിന്റെ മുഅ്ജിസത്തുകളും കറാമത്തുകളും നിഷേധിക്കാൻ പാടില്ല. അത് അള്ളാഹിന്റെ കഴിവാണ്. അത് നിഷേധിച്ചവൻ കാഫിറാവും. അത് ഹക്കാണ്. സ്ഥിര റിവായത്ത് കിട്ടി നമുക്ക് സമ്മതിക്കാം. പക്ഷെ അത് സ്ഥിരം ഔലിയാക്കന്മാർക്കുള്ളതാണെന്ന് പറഞ്ഞ് ഈ പാവങ്ങളെ ആളുകളെ കൊണ്ടുപോയി കാശ് പിരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നത് ശരിയല്ല. എന്തുകൊണ്ട്? ഇതേ ഉമർ ഫാറൂഖ് പിന്നെയും കുറെ കൊല്ലം ജീവിച്ച് അദ്ദേഹത്തിന്റെ ദറജ ഉയർന്നു. മദീനയിലെ മസ്ജിദ് നബിയിൽ സുബ്ഹിയുടെ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തിരിക്കുമ്പോൾ നേരത്തെ അവിടെ വന്ന് 2 ഭാഗം മൂർച്ചയുള്ള വെളിച്ചത്തിലൂട്ടപ്പെട്ട ഇരട്ടക്കഹാരിയുമായി അബൂലുലത്ത് എന്ന് പറയുന്ന ഒരു പേർഷ്യൻ ദാസൻ ആ മിഹ്റാബിന് മുമ്പിൽ ഒളിച്ചിരിക്കുകയാണ്. ഉമർ ഫാറൂഖ് കണ്ടില്ലെന്ന് മാത്രമല്ല, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ലോകത്തിലെ ഖുത്ബികളുടെ നേതാവായ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് സഹാബത്തിന്റെ ദറജ കഴിഞ്ഞാൽ ഒരാൾ എത്ര ടോപ്പിലെത്തിയാലും ശരി ഒരു താഴ്ന്ന സഹാബിയുടെ അരികത്തേക്ക് എത്തുകയില്ല എന്നാണ് അഹ്ലു സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ. ഈ പറയപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷാത്മകത അറിയിക്കപ്പെട്ട മിക്കവാറും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒഴിച്ച് ബാക്കി ആളൊക്കെ അവിടെ കാണും. അല്ലേ? തൊട്ടുപുറകിൽ നിൽക്കുന്ന ആരാണ്? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അല്ലേ നിസ്കാരം പൂർത്തിയാക്കിയത്? ഈ വലിയ വലിയ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരുള്ള പള്ളിയിൽ ഇവൻ കടാരിയുമായി ഒളിച്ചിരുന്നിട്ട് അതാരും അറിയാതെ പോയത് എന്തുകൊണ്ടാണ്? അയാൾ കുത്തി കൊന്നു, സംഭവം പോകുന്നു. ഉമർ ഖത്താബിന്റെ കൊലക്ക് ഇവരൊക്കെ കൂട്ടുനിന്നാണോ പറയേണ്ടത്? അല്ലെ ഉമർ ഖത്താബ് ആത്മഹത്യക്ക് വേണ്ടി തയ്യാറായതെന്നാണോ പറയേണ്ടത്? അറിഞ്ഞിട്ടില്ലല്ലോ. എന്തുകൊണ്ട് അറിഞ്ഞില്ല? അല്ലാഹു തആല അറിയിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ അറിയുള്ളൂ. നമുക്ക് തോന്നുമ്പോ നമുക്ക് പ്രശ്നം ഉണ്ടാവുമ്പോൾ വിളിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ വിളിച്ചാൽ കിട്ടും കേട്ടോ. അതും ആ കൂടെ പറയേണ്ടതാണ്. ഒരാൾ ഒരു കുടുക്കൽ കുടുങ്ങി, പടച്ചവനോട് പറഞ്ഞിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ അയാൾ വേറെ ആളെ വിളിച്ചു. ചിലപ്പോൾ അയ്യപ്പനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എൻ്റെ നാട്ടിൽ ഒരു ഉന്നത കുടുംബം, മുസ്ലിം ലീഗിന്റെ ടോപ്പ് സ്റ്റേറ്റ് നേതാവൊക്കെ ആയിരുന്ന ആള് ജ്യേഷ്ഠൻ. എൻ്റെ നാട്ടിലുള്ള സംഭവം. അയാൾക്ക് മാറാത്ത വയറ്റുവേദന വന്നു. പലത് നോക്കി ദുരിതം അയാളല്ലേ അനുഭവിക്കുന്ന. അവസാനം അയാൾക്ക് എന്തു കൂട്ടുകാരൻ പറഞ്ഞു, നീ മണ്ഡലം നോമ്പ് നോറ്റ് മാലയിട്ട് മലക്ക് പോയാൽ നിന്റെ വേദന മാറും. അങ്ങനെ ഉണ്ടായിട്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അത് പരീക്ഷിക്കാമെന്ന് മനസ്സിലാക്കി അയാൾ അങ്ങനെ പോയി. മൂസ എന്നാണ് അതിൻ്റെ പേര്. പോവുക മാത്രമല്ല, ഞാൻ എരിമേലി ചെന്നു. ഇതിൻ്റെ അടുത്താണല്ലോ ബഹുമാനപ്പെട്ട അബ്ദുൽ കരീം ഉസ്താദ്. ഇപ്പം ഇല്ലേ? ഇല്ല? ആ ഉണ്ട്. അല്ല, അള്ളാഹു ദീർഘായുസ്സുണ്ട്. ഉഹ്റവിയായ ഒരു ആലിമാണ്. അവിടെയൊക്കെ നടക്കുന്നുവെങ്കിലും പഴയ MFP ഉസ്താദാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ ഒരാൾ വന്നിരുന്നു, എന്നിട്ട് അയാൾ എന്നോട് എഴുത്ത് ആവശ്യപ്പെട്ടു. ഞാൻ തിരിച്ചു തന്നാൽ എന്നെ നാട്ടുകാർ പുറത്താക്കി കളയും, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു എഴുത്ത് തരണം എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, നീ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി കുളിച്ച് എന്റെ ഒപ്പിൽ നിന്ന് 2ാമത് കെലിമ പറഞ്ഞാൽ ഈ വിവരത്തിൽ ഞാൻ എഴുതി തരാമെന്നല്ല, ഇങ്ങനെ നിനക്ക് എഴുതി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൻ അത് കേട്ടില്ല. അവൻ മലക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വിശ്വസിക്കാമല്ലോ. പോയി വന്നു, അയാളെ വയറ്റുവേദന മാറി. സത്യമാണ് പറഞ്ഞത്. അയാളെ വയറ്റുവേദന മാറി. എൻ്റെ നാട്ടിൽ നല്ല സംഭവമാണ്. അപ്പൊ പ്രബല കുടുംബമായതുകൊണ്ട് മരിച്ചാ പ്രശ്നമല്ലോ എന്ന് വിചാരിച്ചത് കാവ്യാരും ആൾക്കാരൊക്കെ വീട്ടിൽ പോയി അവനെ കണ്ട് സംസാരിച്ചു. അവൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴാ വരുന്നത്, നിങ്ങൾ എവിടെയായിരുന്നു? ഓനും വഴങ്ങുന്ന ആളല്ല. പക്ഷെ അവരിവിടെ വന്നിട്ട് കുഴപ്പമുണ്ട അയച്ചിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്, മുസ്ലിമായിട്ടെന്നൊക്കെ പറഞ്ഞു. അള്ളാഹു
എൻ്റെ ചോദ്യം അതല്ല. മൂസന്റെ വയറ്റിൽ ആരാ മാറ്റിയത്? അയ്യപ്പനാണോ? അയ്യപ്പന് മാറ്റാൻ കഴിവുണ്ടോ? അള്ളയാണ് മാറ്റിയത്. അപ്പൊ അള്ള അവിടെ പോയാൽ മാറ്റുമോ? അതാ മാറ്റും. വല്യ മാത്രമല്ല, അവൻ അങ്ങോട്ട് പോകണമെങ്കിൽ അത് സാധിച്ചു കൊടുക്കുന്നു. അങ്ങോട്ട് പോട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് പറ്റേ നുസ്രീ ജഹന്നം. പിന്നെ അവനെ നമുക്ക് നരകത്തിലിടാം. ഇത് പരീക്ഷണ ലോകമല്ല. ഇതാണ് അള്ളാന്റെ നയം. ഈ അള്ളാനും വേണം ഒന്ന് പഠിക്കാം. ഒന്നുകൂടി പറയാം. ഞാൻ ഏതായാലും ഇബ്നു തൈമിയ്യയുടെ പേര് ഒരിക്കലോട് പറഞ്ഞു. കുറെ തെറ്റിദ്ധാരണ ആയതുകൊണ്ട് എനിക്ക് ഇനിയും ആ പേര് ചിലപ്പോൾ പറയേണ്ടി വരും. അഹ്ലുസുന്നത്ത് വിളിക്കാനല്ല, സ്ഥാപിക്കാനാണ്. കാരണം അഹ്ലുസുന്നത്ത് ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി പാടുപെട്ട് പരീക്ഷിച്ച നെടുന്തൂണുകളിൽ ഒരാളാണ് അദ്ദേഹം. ഞാൻ വെറുതെ പറയല്ല. മുർസിനാമാർ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം പഠനം കുറവാണെങ്കിലും മിർക്കാത്ത് അവിടെ ഇരിക്കട്ടെ, അദ്ദേഹം ഹനഫിയാന്ന് വിചാരിക്കാം. ജലാലി തഫ്സീർ അറിയാലോ, അതിന്റെ പ്രസിദ്ധമായ ഹാഷിയുടെ പേരെന്താ? ആർക്കും പറയാൻ പറ്റുമോ? ഇത് ക്ലാസ് ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. ജമൽ കേട്ടിട്ടില്ലേ? ആ, സുലൈമാൻ ജമൽ. അൽ ഫുതുഹാത്തുൽ ഇലാഹിയ എന്നാണ് തഫ്സീറിന്റെ പേര്. പക്ഷെ ഇവിടൊക്കെ അറിയുന്നത് ജമൽ എന്നാണ്. ആ ജമലിൽ മനുഷ്യന് അവൻ ചെയ്തതിന്റെ പ്രതിഫലം മാത്രമേ കിട്ടൂ, വേറെ ആൾ ചെയ്തിട്ട് കാര്യമില്ല, ഖുർആൻ ഓതിട്ടും ധർമ്മം ചെയ്തിട്ടൊന്നും യാതൊരു കാര്യമില്ല, കിട്ടൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതൊരറിവാണ്. ഈ അറിവല്ലെന്ന് പറഞ്ഞ് തിരുത്തിയ പല ആലിമ്യങ്ങളുണ്ട്. കാരണം കിട്ടുമെന്ന അത് ആ ആയത്തിന്റെ ആശയം നെസ്ഖ് ചെയ്തിട്ടുള്ള ആയത്ത് ഇപ്പുറത്തുണ്ട്. അത് പറഞ്ഞു. ഇബ്നു തൈമിയ്യ പറഞ്ഞ എന്താണെന്നറിയോ? അശ്ശൈഖ് അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി, ഇതാണ് ജമലിന് കൊടുത്ത ഇബാറത്ത്. അദ്ദേഹം പറഞ്ഞത് ഈ ആയത്ത് പിടിച്ചുകൊണ്ട് ഒരാളുടെ പ്രവർത്തനത്തിന്റെ ഫലം മറ്റാൾക്ക് കിട്ടൂല എന്ന് പറയാൻ പാടില്ല. എന്നിട്ട് 1, 2, 3 എന്നിട്ട് 20 വരെ കാര്യങ്ങൾ അതിനു വേണ്ടി അത് ഓരോന്നിലും അദ്ദേഹം പറഞ്ഞു. ഇതുകൊണ്ട് മനസ്സിലാവുന്നത് ഒരാളുടെ പ്രവർത്തനം കൊണ്ട് ഇയാൾക്ക് പ്രവർത്തനം കിട്ടുമെന്നാണ്. അതാണ് മയ്യിത്ത് നിസ്കാരം. വേറെ ആളാമൽ കൊണ്ട് ഇയാൾക്ക് ഫലം കിട്ടുന്നില്ലേ? അങ്ങനത്തെ 20 കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ ലാ തുഹദ്ദു വലാ തുഹ്സാ, എണ്ണി തീർക്കാൻ കഴിയാത്തത്ര കാര്യങ്ങളുണ്ട്. എന്നിട്ട് സരീഹായ കിതാബിലും സുന്നത്തിനും ഇജ്മാഇനുമെതിരായിട്ട് ഈ ആശയം ആരാണ് പറയുന്നത് ലോകത്തോട് ചോദിച്ച സുന്നി നേതാവാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. പക്ഷേ വിവരം വേണ്ട ഉസ്താദന്മാരെ, ആ ജമലിലൊന്ന് എടുത്തു നോക്കണ്ടേ? അതുകൊണ്ട് വലിയ ആൾക്കാരെ പറയാൻ നിങ്ങൾ അനുവദിക്കണം. അദ്ദേഹം ആരാ നിങ്ങൾക്കറിയോ? വിഷയത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് പറയാണ്. ഖാദിരി തരീഖത്ത് കേട്ടിട്ടില്ലേ? മൊയ്തീൻ ശൈഖ് തങ്ങളുടെ തരീഖത്ത്. ആ തരീഖത്തിന്റെ ഖലീഫ. എല്ലാ കക്ഷികളും കേൾക്കണം, നല്ലതാ. ഖാദിരി തരീഖത്തിന്റെ ലോകാടിസ്ഥാനത്തിൽ പ്രസിദ്ധനായ ഒരു ഖലീഫയാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെയും മൊയ്തീൻ ശൈഖിന്റെ ഇടയിൽ ഒരൊറ്റ ഖലീഫയേ ഉള്ളൂ. ഇബ്നു ഖുദാമത്തുൽ ഹംബലി എന്ന് പറയുന്ന മഹാനാണ് നേർ ഖലീഫ. ആ ഖലീഫയുടെ ബൈഅത്തുള്ള ഖിലാഫത്ത് കിട്ടിയുള്ള ഖലീഫയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ആത്മീയ സംസ്കരണം അന്താരാഷ്ട്ര തലത്തിൽ നടത്തിയ ഒരു നേതാവാണ്. അദ്ദേഹത്തിന് പല ഭീഷണി നേരിടേണ്ടി വന്നു. കാര്യം പറയുമ്പോൾ എതിർപ്പുണ്ടാകുമല്ലോ. തൻ്റെ ഒരു മുരീദ്, ശ്രദ്ധിക്കുക, തൻ്റെ ഒരു മുരീദ് ഒരു അപകടത്തിൽ കുടുങ്ങി, രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. ആ അടുത്തുള്ള ആളെ നടത്തിക്കളയാൻ ക്ഷീണിച്ച് ഉറങ്ങിപ്പോവുക. നിങ്ങൾ തൊട്ടടുത്തല്ല, അൽഹംദുലില്ലാ. ക്ഷീണം കൊണ്ട് ഉറങ്ങാണ്, സാരല്ല, ഒരു ഉപകാരമായിരുന്നു, ഉണർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അസുഖമാണെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ക്ഷീണിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട്. പിന്നെന്താ പറഞ്ഞ? ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ ഷെയ്ഖിന്റെ മുരീദ് ഒരു അപകടത്തിൽ കുടുങ്ങി. എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നി. ഞാൻ ആർക്കും വേണേ പഠിച്ചോളി. കുടുക്കിൽ കുടുങ്ങി രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് തോന്നുന്ന കുടുക്കിൽ കുടുങ്ങിയെടുത്ത് രക്ഷിക്കണം എന്ന് പറയുന്നതാണ് ഇസ്തിഗാസ എന്ന് കോഡ് ഭാഷയിൽ പറയാം. ഇസ്തിഗാസയും ഇസ്തിംദാദും ഇസ്തിൻസാറും ഒന്നുമല്ല. അഹാത്തഹിം സുറാദുഹ അല്ലേ? നരകത്തിന്റെ മതിൽക്കെട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയി അവരെ എങ്ങോട്ട് പോകാനാ? വഴിയില്ല. അവിടെയാണ് രക്ഷിക്കണേ പഠിച്ചോനെ എന്ന് പറഞ്ഞവർ പറയണത്. അവിടെയാണ് ഇസ്തിഗാസ. ഇതാദ്യം പഠിച്ചില്ല, അതാ കുഴപ്പം. ഇങ്ങനെ കുടുങ്ങിയ സമയത്ത് സഹായം രക്ഷ ചോദിക്കുന്നതിന്, സഹായം ചോദിക്കുന്നതിനല്ല, രക്ഷപ്പെടുത്തണേന്ന് പറയുന്നതിനാണ് ഇസ്തിഗാസ. ആ ഇസ്തിഗാസ ചെയ്തു ഇയാൾ. വേറെ രക്ഷയില്ല. എന്റെ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ആരാ വിളിച്ചത്? ഇബ്നു തൈമിയ്യ.
അതാ വരുന്നത് ഷെയ്ഖ് അവറുകൾ. ആ സമയത്ത് കാറ്റിലൂടെ പറന്നിങ്ങനെ വന്ന് മൂപ്പരെ അവിടുന്ന് രക്ഷപ്പെടുത്തി. അൽഹംദുലില്ലാഹ്. ഷെയ്ഖിൽ വിശ്വാസം കൂടിയില്ലേ? ആ തരീഖത്തിൽ വിശ്വാസം കൂടിയില്ലേ? നിങ്ങൾ കൂടിയില്ലേ? സംഭവിച്ചത് ശരിയാണ്. അങ്ങനെ കാലം മുന്നോട്ട് പോയി. മറ്റൊരവസരത്തിൽ ഈ മുരീദ് ഷെയ്ഖിനെ കണ്ടു, ഇബ്നു തൈമിയെ കണ്ടു. പറഞ്ഞു, തങ്ങളെ നിങ്ങൾ അന്ന് എന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ എന്റെ കാര്യം പറഞ്ഞ അപകടമായിരുന്നു എന്ന് സംഗതിയൊക്കെ പറഞ്ഞു കേട്ട് പറഞ്ഞു. ഞാൻ ആ കഥയെ അറിയില്ല പോലെ ഞാൻ ജയിലിലായിരുന്നു. പിന്നെ ആരാ വന്നത്? അത് ഇസ്തിഗ്ഹാസ ചെയ്തതിലുള്ള സന്തോഷം കൊണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടി ശൈത്താൻ എന്റെ കോലത്തിൽ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയാണ് എന്ന്. അപ്പോൾ അയാൾ ചോദിച്ചു, അത് മലക്കായി കൂടെ? എന്താണ് ശൈത്താൻ എന്ന് പറഞ്ഞ മലക്കിനെ രക്ഷിച്ചൂടെ? ഉടനെ അയാൾ പറഞ്ഞു, ശിർക്കിനെ മലക്ക് സഹായിക്കുകയില്ല. മേൽ പറഞ്ഞ കിതാബിൽ വായിച്ചിട്ടാണ് ഇൽമിയാൻ പറഞ്ഞത്, വെറുതെ പറയല്ല. അതാണ് നുവല്ലിഹി മാത്രമല്ല, പോണയിൽ അള്ളാഹ് തിരിച്ചുവിടും. അപ്പോൾ നമ്മൾ ഓരോ കഥ ചെയ്താൽ അള്ളാഹ് സാധിപ്പിച്ചു തരും. പിന്നെ ഭരിച്ചിട്ട് നടക്കത്തില്ല വേറെ വിഷയമുണ്ട്, അത് മറന്നു പോകാൻ പാടില്ല. അതുകൊണ്ട് ശരീഅത്തിന്റെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തഖ്വാ നിയമത്തിനെതിരിൽ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ഇതിൽ പാളിപ്പോയ ആദ്യത്തെ പുത്തൻ പ്രസ്ഥാനക്കാരാണ് ഖവാരിജികളും ഇന്നാരാണ് ഷിയാക്കളും ഒക്കെ. ഈ ഖവാരിജ് ഷിയാക്കളും മൊയ്തീൻ ഷെയ്ഖിന്റെ 6-ാം നൂറ്റാണ്ടാകുമ്പോഴത്തേക്ക് അവര് ഏകദേശം 10-50 കക്ഷികളായിട്ടുണ്ട്. 32 ഖവാരിജിയാക്കൾ 15 ഗ്രൂപ്പ്, ഖവാരിജിയാക്കൾ തന്നെ 15 ഗ്രൂപ്പ്, ഷിയാക്കൾ 32 ഗ്രൂപ്പ്. ഷിയാക്കൾ അന്ന് 32 ഗ്രൂപ്പ്. പിന്നെ എത്രയായി ഉണ്ടാവും? എത്രയോ ആയിട്ടുണ്ടാവും. പക്ഷെ അത് ഷിയ ലേബിളിലായിരിക്കില്ല. ഈ സുന്നി ആ സുന്നി എന്നൊക്കെ ആയിരിക്കും പേര്. അതാ വ്യത്യാസം. മറ്റൊന്നും ഇവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഇനീഷ്യൽ സുന്നികളെന്ന് പറയാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഷിയ തന്നെ ഉപദേശിച്ച് തങ്ങൾ അവർക്ക് എഴുതാൻ സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹം ഉന്നിയ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കിതാബില് എണ്ണി എഴുതിയാണ് 32 വിഭാഗം. ആ ഓരോ വിഭാഗത്തിന്റെയും അമീറിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവർ പറയുന്ന പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്ന പേര് പറഞ്ഞു. എന്തൊരു പഠനമാണ് അദ്ദേഹം നടത്തിയത്. ഇങ്ങനെ 73 സംഘത്തെയും വ്യക്തമായി ഭാവി തലമുറക്ക് എഴുതി സൂക്ഷിച്ച് പരിചയപ്പെടുത്തുന്ന മഹാനായ സർവ്വജ്ഞാനികനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങൾ. അവർ നിങ്ങൾ വിചാരിച്ച ഒരു പച്ച പതുക്കുമായിട്ട് മൂലയിൽ ഇങ്ങനെ കുത്തിരിക്കുന്ന ഷെയ്ഖായിരിക്കും? അല്ല, അന്താരാഷ്ട്രത്തിൽ യഥാർത്ഥ തൗഹീദ് പ്രയോഗിച്ചാണ്. അല്ലാഹ് ഹംബലി മദ്ഹബുകാരനാണ്. അറിവത് പറഞ്ഞിട്ട് ഇതൊക്കെ എൻ്റെ വിഷയത്തിന്റെ ഭാഗമാണ്. ഓരോ തെറ്റും ഞാൻ പറയുകയാണെങ്കിൽ മനസ്സിലാക്കിയെടുക്കണം. ഹംബലി മദ്ഹബുകാരനാണ് ആര്? ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ വഹാബ്, മുഹീദ്ദീൻ ഷെയ്ഖ് തുടങ്ങിയ ആൾക്കാരൊക്കെ. മുഹീദ്ദീൻ ഷെയ്ഖ് ആദ്യം ഷാഫിയായി, പക്ഷെ ഹംബലി മദ്ഹബിന് എന്നും ദുഷ്പേരാണ്. ഇബ്നു തൈമിയക്ക് മാത്രമല്ല, അഹ്മദ് അബ്ദുൽ വഹാബിന് ദുഷ്പേരായി. ഇറാഖിലെ പഴയ ഒരു ആധാരം കണ്ടുകിട്ടി. പഴയ കാലത്ത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വഖഫ് ചെയ്ത ഒരു ജന്മിയുടെ ആധാരത്തിൽ എഴുതിയിരിക്കുന്നു, ഈ സ്വത്ത് മുഖേന നടക്കുന്ന നമ്മുടെ സ്ഥാപനത്തിൽ യഹൂദി, ക്രിസ്ത്യാനി, ഹംബലി ഈ 3 വിഭാഗത്തിലും പ്രവേശനമില്ല. അത് ജൂത ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലാണ് ഹംബലികൾ അന്ന് എഴുതിയിരുന്നത്, അഖീദ വെച്ചവരായിട്ട്. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം വഴി പ്രചോദനങ്ങൾ നൽകി അദ്ദേഹം പിടിച്ചു നിന്നുവെങ്കിലും അതിനുശേഷം പിന്നീട് അത് തമസ്സീകരിക്കപ്പെട്ടു. ഹംബലി മതത്തിലേക്ക് ആരും പോകാൻ പാടില്ല, അത് പറയാൻ പാടില്ലാത്ത അവസ്ഥയിൽ വന്നു. കുറെ ഇങ്ങോട്ട് വന്നു. മൊയ്തീൻ ഷെയ്ഖിന്റെ കാലം വന്നപ്പോൾ മൊയ്തീൻ ഷെയ്ഖിന്റെ ഒരു സ്വപ്നം, ഔലിയാക്കന്മാരുടെ സ്വപ്നം ചിലപ്പോൾ ദർശനമായിരിക്കും, അത് തള്ളിക്കളയാൻ പറ്റില്ല. അത് തസവുഫിൽ കഴിവില്ലാത്തത് കൊണ്ടാണ് ബാബ് റുയൽ ഖൗമി എന്നത് തസവുഫിന്റെ കിതാബിൽ ഒരു അധ്യായമാണ്. മിക്ക കിതാബിൽ കാണാം. തള്ളിക്കളയാവുന്നതല്ല. അതെങ്ങനെ വിലയിരുത്തണമെന്ന് പറയും, അത് വേറെ വിഷയം. സ്വപ്നത്തെ പറ്റി വേണം 2 സമയം ക്ലാസ് നടത്താൻ പറ്റും. ഒന്ന് ആഴത്തിൽ പഠിച്ചു നോക്കണം. മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ അവരുടെ സ്വപ്നം കണ്ടു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, അഹ്മദ് അംബിന്റെ മദ്ഹബ് എൻ്റെ അടുത്തേക്ക് എത്തുന്ന യഥാർത്ഥമായ മദ്ഹബാണ്. അത് ആരും സ്വീകരിക്കുന്നില്ല, അത് മണ്ണടഞ്ഞു പോവാണ്. അതുകൊണ്ട് നീ അത് സ്വീകരിച്ച് ജനങ്ങളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ആ സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ട മൊയ്തീൻ ഷെയ്ഖ് തങ്ങൾ അവറുകള് ഹംബലി മദ്ഹബ് നല്ലതാണെന്ന് പറയാനും അതിന്റെ മസല പഠിപ്പിക്കാനും തുടങ്ങിയപ്പോൾ മൊയ്തീൻ ഷെയ്ഖ് പഴിച്ച്. അബുൽ ഖൈർ മാത്രമല്ല പഴിച്ചത്, മൊയ്തീൻ ഷെയ്ഖ് പഴിച്ച്. കാരണം അദ്ദേഹം നാസിബിയാണ്, ജിഹത്തിന്റെ ആളാണ്. അള്ളാഹ് അർറഹ്മാനിൽ അർശ് ഇസ്തവ എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ അള്ളാഹ് അർശിന്റെ മുകളിലാണെന്ന് തന്നെ അർത്ഥം പറയണമെന്നാണ് ഹംബലികൾ പറയുന്നത്. അതാണ് മൊയ്തീൻ ഷെയ്ഖ് പറയുന്നത്. പഴിച്ചല്ലോ.
7:30 ഫതാവ ഹദീസിയിൽ കാണാം. ഞാൻ മാസികയിലൊന്നല്ലേ പറഞ്ഞത്, ഇബ്നുൽ ഹൈത്തമിയുടെ ഫതാവ ഹദീസിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്തഹറ അനിശേഷ് അന്നഹു യഖൂലു ബിൽ ജിഹദീൻ. മൊയ്തീൻ ശൈഖിനപ്പൻ ലോകത്ത് പ്രസിദ്ധമായിരുന്നു. അന്നത്തെ ലോകം അന്താരാഷ്ട്ര ബിസിനസ് കേന്ദ്രത്തിലെ വലിയ വ്യവസായമായിരുന്നു മൊയ്തീൻ ശൈഖ്. നിങ്ങൾക്ക് അറിയാം, ഇന്ത്യയിൽ നിന്നും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും മലഞ്ചരക്കുകളും മറ്റു വിഭവങ്ങളൊക്കെ ബഗ്ദാദ് നഗരത്തിലിറങ്ങിയാൽ അത് മറ്റു ഭാഗങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ ടോപ്പ് ബിസിനസ്സുകാരനായിരുന്നു ബഹുമാനപ്പെട്ട മൊയ്തീൻ ശൈഖ് തങ്ങൾ പറയുന്നത്. ഒരു ഭാഗത്ത് അങ്ങനെയാണ്. 49 മക്കളുണ്ട്. നിങ്ങളമാര് 2 മക്കള് അവിടെ നിർത്തിയതല്ല, 40 മക്കളുണ്ട്. 27 ആമക്കളും 22 പെമ്മക്കളും. ജുമാക്ക് വേറെ ആരും കൂടണ്ട. പിന്നെ അവരുടെ മക്കളൊക്കെ അതും ഉണ്ടാവില്ലേ? ഇതൊക്കെ ഹലാലായ ഇതിൽ ആരും കൊടുക്കണ്ട, കച്ചവടം ചെയ്യാൻ പറ്റോ? ആ കൂട്ടത്തിലാണ് ദീൻ നിലനിർത്തി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിൽ കൂടെ ഈ വയ്യാവേന ലോകം തള്ളിക്കളഞ്ഞ അഹ്മദ് റളിയല്ലാഹുവിനെ തലയിലേറ്റി ഹംബലി മതം സ്വീകരിച്ചു. അത് വലിയൊരു മഹത്വമായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖുത്ബിയത്തിൽ പറഞ്ഞു, അശ്ശാഫിഇയ്യ ഫസിർതൽ ഹംബലിയ ബിലാ ഹദിരി തഹതാത ബിൽ ഫൗസൈനി മുബ്തദിലാ. അങ്ങ് ഷാഫി മദ്ഹബാരനായിരുന്നു. ഫസിർതാലിന് ശേഷം നിങ്ങളായി ഹംബലിയൻ, ഹംബലി മതം സ്വീകരിച്ച ആളായി. ബിലാ ഹജിരിൻ, വേറെ റിവായത്തിൽ ബിലാ തെർക്കിൻ, ആദ്യത്തെ ഒഴിവാക്കാതെ. ആ നീ അർദ്ധ മൗലിയാരോട് ചോദിച്ചു നോക്കി, ഒരാൾ 2 മതം ഒരേ സമയത്ത് ചോദിച്ചാൽ അയാളെ ഹുക്കം എന്താണ്? അയാൾ സുന്നിയോ മുത്തദിയോ? ഖുത്ബിയത്തിൽ വെച്ചിട്ട് ചോദിക്കി. മൊയ്തീൻ ശൈഖ് അവരുകള് ഒരേ സമയത്ത് ബിലാ ഹജിരിൻ ബിലാ തെർക്കിൻ ഷാഫി മതം വിടാതെ ഹംബലി മദ്ഹബ് സ്വീകരിച്ചു, അത് പ്രചരിപ്പിച്ചു എന്ന് ഖുത്ബിയത്തിൽ. എന്തിനാണ് പോലും? 2ന്റെ ഗുണവും കിട്ടാൻ വേണ്ടി. നമുക്ക് 2 ഗുണവും കിട്ടുമോ? അതെന്താണെന്ന് ചോദിക്കും. എന്നോട് ചോദിച്ചാൽ പറഞ്ഞുതരാം. അത് ഈ പബ്ലിക് സ്റ്റേജിൽ പറയുന്നില്ല. നിങ്ങൾ താലിബീങ്ങളായി നിങ്ങൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖുത്ബിയത്തിന്റെ അർത്ഥം ഒന്ന് പഠിച്ചാലോ നമുക്ക്. ആ ബഹുമാനപ്പെട്ട ഹംബലി മദ്ഹബ്, അതിൽ ലാ ഇലാഹ എന്ന അർത്ഥം കേൾക്കണക്ക് അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, ഇസ്തിആദത്ത് ചെയ്യാൻ പാടില്ല. അല്ലാത്ത ഒരാളെ വിളിച്ച് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അവൻ കാഫറാണെന്ന കാര്യത്തിൽ ഹംബലി മദ്ഹബിൽ ഖിലാഫില്ല, ഇജ്മാ. അവരത് കേൾക്കണം. ഞാൻ പറഞ്ഞത് ഓടിപ്പോല, കിതാബെടുത്ത് മറിക്കും. നിങ്ങൾ കണ്ടില്ല, എനിക്ക് വിഷയമില്ല. ഹംബലി മദ്ഹബിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നത് കൊണ്ട് ആ മനുഷ്യൻ കാഫറാണ്, ദീന്ന് പുറത്തു പോകുന്നു, മുർത്തദായി പോകും. ഇജ്മാ, ഖിലാഫില്ല. ഈ മതമൊന്നും പഠിച്ചു നോക്കണമല്ലോ. മുഹിദ്ദീൻ അഗ്സിനി 1000 വട്ടം പറഞ്ഞ് നമുക്ക് പാസ്പോർട്ട് കിട്ടി, കാര്യമൊക്കെ സാധിച്ച് നേരത്തെ പറഞ്ഞ ആളാരൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ടാവും. നാളെ അള്ളാഹുവിനെ അടുത്തിരുന്ന് ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ, നമ്മളെ സഹായിക്കാൻ തന്നെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അള്ളാഹുവിന് ഇവരൊക്കെ ഉണ്ടാവുമല്ലോ കണക്കാക്കി അവിടെ ചെന്നു. ലഅല്ലഹും യുൻസറൂൻ, ഇവരൊക്കെ സഹായിച്ചേക്കുമെന്നുള്ള പ്രതീക്ഷയിൽ. ലാ യസ്തതിഊന നസ്റഹും, ഇവർക്ക് ഇവരെ സഹായിക്കാൻ കഴിയില്ല എന്നല്ല പറയാ. പിന്നെന്താ അവർക്ക് ചെയ്യാൻ കഴിയാ? വഹും ലഹും ജുന്ദും മുഹ്ളറൂൻ, ആരൊക്കെയാണോ അവരെ വിളിച്ച് അവരെ കാര്യമാക്കി എടുത്തിട്ടുള്ളത് അവർക്കെതിരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ പടവരുതുന്ന എതിർകക്ഷിയായിട്ട് മാറും. ശൈഖ് മാസയാ പറഞ്ഞോളൂ. ഹംബലി മദ്ഹബിനോട് പ്രത്യേകിച്ച് പറഞ്ഞാണ്, കിതാബ് കൈ പിടിച്ചിട്ട് പറയുന്നതാണ്. എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. മലക്കളോട് ചോദിക്കും, അവരൊഴിവാകും അല്ലേ? ഓരോരുത്തർ വിളിച്ച് ചോദിക്കും, അവർക്ക് അവർ പറയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ശൈഖ് പറയുന്ന എന്നെ അഭിപ്രായം എന്താ പറയാ? പടച്ചവനെ ഒരൊറ്റ വട്ടം എന്നെ വിളിച്ചാൽ കാഫറാന്ന് പഠിപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്, പിന്നെ 1000 വട്ടം എന്നെ വിളിച്ചാൽ എങ്ങനെയാ ഞാൻ ഉത്തരം ചെയ്യാ? ഇതൊക്കെയാണ് തമാശ. ഇങ്ങനെ ഇത്രയും സ്ഫുടമായ പോട്ടെ, അഹ്ലുസുന്നത്ത് ജമാഅത്ത് എന്ന് പറയണ്ടേ? വേണ്ടവനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താണ്? മൊയ്തീൻ ശൈഖ് തങ്ങൾ എന്നെ നമുക്ക് പറഞ്ഞുതരാം. തള്ളണ്ട, വിശ്വസിക്കാൻ പറ്റുക. ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ എഴുതിയിട്ടുണ്ട്, ഇബ്നു തൈമിയ എന്ന് പറഞ്ഞ ആള് ഒരു മനുഷ്യനെ അംഗീകരിച്ച് പ്രമാണമായി ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊയ്തീൻ ശൈഖിനെ മാത്രമാണ്. വലിയ ടോപ്പ് പണ്ഡിതനാണല്ലോ, എല്ലാവരും അയാൾ അംഗീകരിക്കണം, മൂപ്പരാരും അംഗീകരിക്കില്ല. പക്ഷെ എവിടെയും എടുത്തു കാണിക്കാൻ എന്നാണ് പറഞ്ഞതെന്ന് പറയാൻ ലോകത്തിനു മുമ്പിൽ ഒരു പ്രബല തെളിവായി മൊഹീദ്ദീൻ ശൈഖിനെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളതെന്ന കുറ്റമറ്റ പണ്ഡിതനാണ് മഹാനാ മൊയ്തീൻ ശൈഖ് തങ്ങൾ. അവർ അൽഹംദുലില്ലാഹ്.
എന്താ പറഞ്ഞ എവിടെ പോയി ആ മൊയ്തീൻ ശൈഖ് വെറുതെയിൽ പറയാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത് എന്താണെന്നും പിഴച്ചുപോയ 73 സംഘം ആരൊക്കെയാണെന്നും അതിൽ രക്ഷപ്പെടുന്ന കക്ഷി അതൊക്കെ മിക്കതായിട്ട് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പഠിച്ചു വെച്ചോളി. പക്ഷെ ഇപ്പോഴും ഓരോരുത്തരും വരുമ്പോൾ 73 തയ്യണ്ടേ എത്ര കൊല്ലായത് തയ്യാൻ തുടങ്ങിയിട്ട്. അതൊക്കെ അന്ന് ഇത് ഒക്കെ രസം 1-2 നൂറ്റാണ്ട് തീർന്നു പോയി. ഇതൊക്കെ ഷിയാക്കളും ഖവാരിജികളും ഒരേ കാലത്തുണ്ടായി. തൊട്ടടുത്ത് തന്നെ മുഅ്തസിലിയാക്കളുണ്ടായി. എല്ലാം അവിടെ തീർന്നു. പണ്ടുള്ളതാണ് ഇതൊക്കെ. എല്ലാം കഴിഞ്ഞു പോയി. മൊയ്തീൻ ശൈഖ് കണക്ക് പറഞ്ഞു. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മൊയ്തീൻ ശൈഖ് മാത്രമല്ല. അദ്ദേഹം പറഞ്ഞു അസ്സുന്നത്തു മാ സന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിൽ വരുത്തിയ എപ്പോഴാ നടക്കുമ്പോഴല്ലേ? മരിച്ചാൽ നടപ്പിലെടുത്തോ? മരിച്ചാൽ സുന്നത്തുണ്ടാവും. നിങ്ങൾ ചിന്തിക്കേണ്ട വേറെ കാര്യമാണ്. ഈ കണ്ടം ഹദീസ് വായിച്ചിട്ട് ഇതാണ് സുന്നത്ത് എന്ന് പറയുന്ന ഒരു കൂട്ടർ വേറെ ഉണ്ട്. അത് തിരുത്താൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഹദീസ് തെളിവാണെന്ന് റസൂൽ എവിടെയും പറഞ്ഞിട്ടില്ല. സുന്നത്താ തെളിവെന്ന് പറഞ്ഞു. ഈ സുന്നത്ത് തർത്ത് ഫീക്കും നിങ്ങളിൽ ഞാൻ വിട്ടേച്ചിട്ടുണ്ടെന്ന് സഹാബാക്കളോട് പറയുമ്പോൾ സുന്നത്ത് പൂർത്തിയായിട്ടുണ്ട്. കാരണം അള്ളാഹ് ശരി വെച്ചല്ലോ അലിയും അക്മത്തും ദീനക്കും പൂർണ്ണമായ സുന്നത്ത് സഹാബാക്കൾ കൊടുക്കുക. കടലാസ് ഒന്നും കൊടുത്തിട്ടില്ല. ബുഖാരി മുസ്ലിം ഒന്നുമല്ല, ജീവിതമാണ്. സഹാബാക്കളുടെ ജീവിതമാണ്. നിങ്ങളെ ജീവിതമാണ് എൻ്റെ സുന്നത്ത് എന്ന് റസൂൽ പറഞ്ഞ് എൻ്റെ അർത്ഥം. അപ്പോൾ സഹാബാക്കളുടെ ജീവിതം നോക്കാതെ ദീൻ പഠിക്കാൻ കഴിയില്ല. അത് ആദ്യം മനസ്സിലാക്കണം. അതിനുശേഷം സുന്നത്ത് ഉണ്ടായിട്ടില്ല. ആ സുന്നത്ത് മാ സന്നഹു റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിൽ വരുത്തിയിട്ടുള്ള ഒന്നുണ്ടാക്കുന്ന രീതി, നിസ്കരിക്കുന്ന രീതി, ഭക്ഷണം കഴിക്കുന്ന രീതി, ഇങ്ങനെ നടപടി ഉണ്ടല്ലോ, അതാണ് സുന്നത്ത്. ജമാഅത്ത് എന്താണ്? മജ്തമഅത്ത് അലൈഹി സ്വഹാബത്തു ഫി അഹദിൽ ഖുലഫാഇർ റാഷിദിൽ മഹ്ദിയീൻ. മനുഷ്യക്ക് പറഞ്ഞാൽ ഖലീഫമാരുടെ കാലത്ത്, അത് 30 കൊല്ലം, ഖലീഫമാരുടെ കാലം 30 കൊല്ലം. ആ കാലഘട്ടത്തിൽ സഹാബാക്കൾ ഏകോപിച്ച് ചെയ്തിട്ടുള്ള സംഗതികളാണ് ജമാഅത്ത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഹിജ്റ 40 തീർന്നു. ഹസൻ റളിയല്ലാഹുവിന്റെ മുആവിയ റളിയല്ലാഹുവിന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുന്ന ആ സംഭവത്തോടു കൂടെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാന കാലഘട്ടം കഴിഞ്ഞു. അതില്ലാത്തൊന്ന് കൂട്ടാൻ പറ്റില്ല, കളയാനും പറ്റില്ല. അത് മനസ്സിലാക്കണം. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അതിൽ കൂട്ടുകയും കുറക്കുകയും ചെയ്തവരാണ് മേൽപ്പറഞ്ഞ 73 സംഘം മൊയ്തീൻ ശൈഖ് തങ്ങൾ നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. അപ്പൊ അവിടെ നിൽക്കണം. അതിൽ ഷിയാക്കൾ ഖവാരിജികൾ ഒരേ കാലത്തുണ്ടായിരുന്നത്. ഷിയാക്കളത് വിപ്ലവകരമല്ല, ഖവാരിജാക്കളത് ചിലപ്പോൾ അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വരാൻ കഴിയില്ല, വെട്ടിക്കൊല്ലാൻ പോകല്ലേ, അവിടെ ഷിയാക്കൾക്ക് ബഹുമാനിച്ചാൽ മതി, വേറെ ചെയ്യും തിരക്കില്ല. അപ്പം അതിലിങ്ങനെ കടക്കാൻ മറ്റ് വിശ്വാസികളില്ലാത്തവർക്കും എളുപ്പമാണ്. അതിൽ ദൂതന്മാർ വേഷം മാറിക്കൂടി അല്ലാത്തവരും കൂടി അങ്ങനെ വന്ന് പല വിശ്വാസങ്ങളുണ്ടായി. അന്ന് തന്നെ ഉണ്ടായി. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ശീയത്തിൽപ്പെട്ട ഒരാൾ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട അലിയുള്ളാഹിന് മരിച്ചിട്ടില്ല. അലിയുള്ളാഹിന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇമാമികളായി വരുന്ന 12 ഇമാമികളുണ്ട്. 11 ആൾ വന്ന് എവിടെ നിശ്ചല്ല, അപ്പൊ ഒന്നും നിശ്ചല്ല. ഇനിയൊരു വരാണ്ട് പ്രതീക്ഷിക്കപ്പെടുന്ന ഇമാമാണ് മഹ്ദി. ഖുർആൻ അവരുതാണേ പറഞ്ഞത്, എന്റേതല്ല. ഞാൻ വായിച്ചു നോക്കും ഈ സാസിൽ പറയണ്ടെന്ന് എനിക്ക് തോന്നി. അജ്ജാരി ഉള്ളിൽ കയറ്റാൻ പറ്റാത്ത പ്രസ്താവനകളാണ് അവർ ഇറക്കി വെച്ചിട്ടുള്ള എഴുതി വെച്ചിരിക്കുന്നത്. ഖുമൈനി വരെ. അല്ലാഹു അക്ബർ. പരിശുദ്ധ ഖുർആൻ ഇന്നുള്ളതിന്റെ 3 ഇരട്ടിയൂടെ ഉണ്ടായിരുന്നു. 17,000 ആയത്തുണ്ടായിരുന്നു. നിങ്ങൾ എത്ര പഠിച്ചത്? 5000 ആയത്തല്ലേ പഠിച്ചുള്ളൂ. ഖുർആനിൽ കൊണ്ടുവന്നത് 17,000 ആയത്തുണ്ടായിരുന്നു. ഈ പഹേർ അതൊന്നും ഇത് എഴുതിയില്ല. അലിയാരെ പറ്റി പറയുന്ന ഈ ആയത്തുകൾ മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അലിയാരെയാണ്. അത് ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല. അയാൾ മരിച്ചിട്ടില്ല. ഇനി മുമ്പ് വരുമ്പം കൊണ്ടുവരും. അതൊക്കെ ചില സമയങ്ങൾ അങ്ങനെ കാട് കയറി അതൊക്കെ മനുഷ്യന് പറയാൻ പറ്റും. അങ്ങനെ പറഞ്ഞിരിക്കും. അങ്ങനെ 17,000 ആയത്തുകളുള്ള ഖുർആൻ, അലിയുള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ഖുർആൻ. ഇവരാരും, ഈ ഇമാമികൾ ആരും മരിക്കുന്നില്ല, അവർ തിരിച്ചു വരും. ഇപ്പൊ ഒരു ഗൈബത്തിലാണ്, അദൃശ്യാണ്. ഇത് കേട്ടപ്പോ ഹസൻ റളിയല്ലാഹു പറയുന്ന അറിയോ, അവൻ ഞങ്ങളെ ശീലത്തിൽപ്പെട്ടവനല്ല, ഞങ്ങൾ പിന്നെ എങ്ങനെ വാപ്പന്റെ മുതൽ ഓരിച്ചെടുത്ത് നാം ഉപയോഗിച്ചത്. ഞാനും ഹുസൈനും മുഹമ്മദ് നബിയൊക്കെ എങ്ങനെ വാപ്പന്റെ മുതലൊക്കെ ഓരിച്ചെടുത്തില്ലേ? അദ്ദേഹം മരിച്ചില്ലെങ്കിൽ ആ സ്വത്ത് ഞങ്ങൾ എടുക്കോ? മരിക്കാത്ത വാപ്പന്റെ സ്വത്ത് എടുക്കാൻ വേണ്ടെന്ന് യുക്തിസഹജമായി തിരുചോദ്യം ചോദിച്ച ബഹുമാനപ്പെട്ട ബുദ്ധിമാനായ ഹസൻ റളിയല്ലാഹു തആല നമ്മൾ ചോദിച്ചാൽ മതി ഞങ്ങൾ ചോദ്യങ്ങൾ. അപ്പൊ 5 5 10 എന്ന് പറഞ്ഞാൽ നേർക്ക് നേരുള്ളതാണ് അഹ്ലുസുന്നത്ത്. വളഞ്ഞ വഴിക്ക് 7 3 10 6 4 പുസ്തകം ഉണ്ടാക്കാൻ നിൽക്കണ്ട. നേർക്ക് നേരെ
5 10 അൽഹംദുലില്ലാ ഒരു ജീവിതം, നേർക്കുനേരുള്ള ജീവിതം, സിറാത്തുൽ മുസ്തഖീമുള്ള ജീവിതം, അത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബാക്കൾ അതിനു വേണ്ടി പ്രയത്നിച്ച് ജീവിച്ച് മരിച്ചുപോയ ആ മഹാന്മാരെ അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് പറഞ്ഞത്. നേരത്തെ ഞാൻ ഊതിയാത്തിൽ എന്താ പറഞ്ഞത്? വത്തബി ഗൈറ സബീൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ അല്ലാത്തൊരു മാർഗം സ്വീകരിച്ചാൽ അവനെ നരകത്തിൽ നിന്ന് അല്ലാഹു പറഞ്ഞു. ആരാണ് ഈ സത്യവിശ്വാസികൾ? ഖുർആൻ ഇറങ്ങുമ്പോൾ സഹാബാക്കളല്ലേ. സഹാബാക്കളുടെ ഇജ്മാ ഹുജ്ജത്താണ് ഇമാം ഷാഫിഈ ഈ ആയത്ത് എഴുതിക്കാൻ കാരണം അതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്നത്തെ മുത്താലിമുകൾ നാളത്തെ വലിയ പണ്ഡിതന്മാരായിരിക്കും അവർ വിളിച്ചു കിട്ടട്ടെ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂടി പറഞ്ഞത്. ഒരു പ്രസംഗത്തിന്റെ അഭിരുചി ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല. അപ്പൊ അലി റളിയല്ലാഹുവിനെ ആദരിച്ച് വഴിതെറ്റിപ്പോയപ്പോഴേ ദുരുപയോഗപ്പെടുത്തിയ കുറെ നിരീശ്വരവാദികൾ, അങ്ങനെ പറയണം. ഖലീഫ ഹാറൂൻ റഷീദിന്റെയും മഅ്മൂന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. വലിയ വലിയ തങ്ങന്മാരാ. കാരണം ആ ഷിയായിസം നിരീശ്വരമാണ്. നിരീശ്വര വേണ പോകുന്നത്. സമാധാനം എത്തിയോ? എത്തിയില്ല. എത്തിയിട്ട് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. എത്താതെ ഞാൻ എന്താക്കാനാ, ഞാൻ ഒന്ന് പറയട്ടെ. ഏതായാലും അബ്ദുൽ സമദ് സമദാനി നേരത്തെ പറഞ്ഞ മാതിരി കേരളം ഇന്ത്യയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം വളർന്നു വരുന്ന കാലഘട്ടം, ഞാൻ അതിന് മുമ്പേ ഫീൽഡിൽ കുറേയൊക്കെ ഇറങ്ങിയിരുന്നു. അപ്പോൾ സയ്യിദ് ഖുദ്വ സാഹിബ് എന്നെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിപാടിക്ക് വിളിച്ച് ആസ്വദിക്കുന്ന, ഞങ്ങളെ രണ്ടാളും സ്നേഹിക്കുന്ന ഒരാളുണ്ട് ചെറുവണ്ണൂരിൽ. ഈ സമുദായം ഇങ്ങനെ വളർന്നു വരുമ്പോൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ തിരക്കില്ലാന്ന്, എന്നെ അങ്ങോട്ട് പറയാൻ തിരക്കില്ലാന്ന് അയാൾക്കൊരാഗ്രഹം. അങ്ങനെ അയാളെ വീട്ടിൽ 3 പേരെ സൽക്കരിച്ചു. ചെറുപ്പക്കാരനായ സമദാനിയെ, പിന്നെ ഇത്ര പ്രായമില്ലാത്ത എന്നെയും ഖുദ്വ സാഹിബ് 3 ആളെ മാത്രം നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ശ്രമിച്ചു. അന്നാണ് ഞാൻ ഈ സമുദായനെ കാണുന്നത്. അയാൾ നല്ല വിപ്ലവ ലേഖനം, ഇറാനിലെ ഇസ്ലാമിക് വിപ്ലവം എന്ന് പറഞ്ഞപ്പോൾ ഈ ജമാഅത്ത് സാഹിത്യമൊക്കെ ഇങ്ങനെ വായിച്ചു വന്ന വിപ്ലവം അങ്ങനെ തുളുമ്പുന്ന സമയമാണ്. അയാൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത് ഘട്ടമായിരുന്നു. അപ്പൊ എന്നെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ അയാൾ എൻ്റെ കസേരടുത്ത് പുറകിൽ വന്ന് ഇരുന്നിട്ട്, എനിക്ക് നിങ്ങളൊരു ദിവസം കിട്ടേണ്ടി, ഞാൻ അങ്ങോട്ട് വരാന്നൊക്കെ ഞാൻ പറയാൻ തുടങ്ങി. എന്നാൽ എന്താ പറയുന്നത് വെച്ചാൽ അയാൾ പറയുന്നില്ല. ഞാൻ അവസാനം എന്നോട് പറഞ്ഞു, എനിക്ക് ഷിയാക്കളെ പറ്റിയൊരു സംശയം തീരാനാണ് മെല്ലെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ മെല്ലെ പറഞ്ഞു കൊടുത്തു, ഷാഹുല്ലാ ദഹ്ലവി അന്നവാദിർ എന്ന് പറയുന്നൊരു കിതാബ്, അപൂർവ കാര്യങ്ങളാണ്. അത് ആത്മീയ ദർശനത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൂപ്പര് ചോദിക്കാൻ 2 കൊല്ലം മക്കത്ത് താമസിച്ചു, മദീനത്ത് താമസിച്ചു. അബൂ താഹിർ മദനിയോട് മുസഫ എന്ന് പറഞ്ഞ കിതാബ് അടക്കമുള്ള കിതാബുകൾ അവിടുന്ന് പഠിച്ചു. ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശരീക്കായിരുന്നു നിങ്ങളിന്ന് ചീത്ത പറയുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ്. ആ കാര്യങ്ങൾക്ക് അറിയോ? അറിയാതെ നിങ്ങൾ എന്തിനാ ഈ ഉമ്മത്തിനെ വഴിതെറ്റിക്കണത്? 40 അതാ ഒരു യോജിപ്പ്. ഇന്ത്യ രാജ്യത്ത് യഥാർത്ഥ തൗഹീദ് ഷിയാക്കളുടെ ഭരണാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് വർത്താൻ ശ്രമിച്ച ബഹുമാനപ്പെട്ട ഷാഹുല്ലാ ദഹ്ലവി, അറേബ്യൻ രാജ്യങ്ങളിൽ ഷിയായിസത്തെ അട്ടിമറിച്ച് അവിടെ നാളെ സംഘടിപ്പിച്ച് കർബയിൽ പോയിട്ട് അവിടുത്തെ മഖബറോലം പഠിച്ച ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന ഹംബലി മദ്ഹബുകാരൻ. 2 പേർക്കും ഒരേ തൗഫീഖ് എന്ന് പറയാൻ പറ്റൂല. ചരിത്രത്തിൽ പിൽക്കാലത്തിൽ ഒരു രാഷ്ട്രമുണ്ടാക്കി ലോകത്തിന് വെക്കാൻ 100% ശരീരത്തിന് ഒരു രാഷ്ട്രമുണ്ടാക്കി ലോകത്ത് അവതരിപ്പിക്കാൻ സാധിച്ച ഒരേ ഒരു വ്യക്തിത്വം ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബാണ് എന്ന് സത്യം അറിയാത്തതുകൊണ്ടല്ലേ കുഴപ്പം. അയാൾ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയ നേതാവാണ്. അയാളെപ്പറ്റി പഠിക്കാത്തതുകൊണ്ടാണ്. അയാളെപ്പറ്റി വിഷയം മാറ്റില്ല. ഞാൻ ഈ ഒരു ഇരുട്ടങ്ങോട്ട് പോട്ടെ, എന്നാലേ എൻ്റെ ഈ ഷിയായിസം ശരിയാവുന്നുള്ളത് കൊണ്ടാണ്. 50 വർഷം മുമ്പ് ഞാൻ അദ്ദേഹത്തെ പഠിച്ചു. തീർന്നില്ല, അത് പറഞ്ഞ് തിരിച്ചു വെക്കാം. അപ്പൊ ഇദ്ദേഹം ഞാനത് മെല്ലെ പറഞ്ഞപ്പോഴേ, ആര് സമദാനി ഒരു മോള് തൊടുന്നമാര് 3 ചാട്ടം, ഭയങ്കര ചാട്ടം. ആകെ എന്തിനാ എന്റെ സംശയമൊക്കെ തീർന്ന് പറഞ്ഞുകൊണ്ടാണ് ചാടുന്നത്. സംശയം എന്നോട് പറഞ്ഞിട്ടില്ല. ആകെ തീർന്ന പോലെ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ. അല്ല തീർന്ന മറുപടി ഒന്നുമില്ലല്ലോ. അങ്ങനെ എന്തേ പറഞ്ഞു എന്താ ചോദിക്കാത്ത? ഷാഹുല്ലാ ദഹ്ലവി അന്നവാദ കിതാബുണ്ട്. അതിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച ഒരു ചോദ്യം, നബിയെ, ഇന്ന് ഒരുപാട് സംഘടനകളും ഗ്രൂപ്പുകളും ഉണ്ടല്ലോ നമ്മളെ ഉമ്മത്തികളിൽ, ഇവരൊക്കെ അവസാനം ഞങ്ങളെ കൂട്ടത്തിൽ എത്തുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ഷാഹുല്ലാ ദഹ്ലവിനോട് പറഞ്ഞു. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കാൻ. അതിൻ്റെ പരിഭാഷയാണ് സമദാനി ഇറക്കിയത്. എന്താ അതിൻ്റെ പേര്? അനുഗ്രഹങ്ങൾ, വരദാനങ്ങൾ, ഫുയൂദുൽ ഹറമൈനി. 2 വർഷം മദീനയിൽ താമസിക്കാതെ വിശ്വാസികൾ ഉറക്കത്തിലും മുളത്തിലും ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അടങ്ങിയത് ഇതിൽ സമദാനി. അത് പരിഭാഷപ്പെടും. 14 ലക്ഷം ആളുള്ളതിൽ സൽമാൻ നദീവി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ പരിഭാഷയ്ക്ക് എൻ്റെ നിന്ന് വിളിച്ചിരുന്നത്. അൽഹംദുലില്ലാ. അപ്പം അതിൽ പറയാണ്,
ഇൻഷാ അള്ളാഹ്. ഇവിടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ അങ്ങോട്ടാണ് ശ്രദ്ധിക്കണേ. സാറ് ഇരിക്കട്ടെ, അവൻ ശ്രദ്ധിക്കപ്പെട്ട ആൾ തന്നെയാണ്. ഞാൻ എനിക്ക് രണ്ടാമത് പറഞ്ഞു തരാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞു നിങ്ങൾ പറയുന്നത്? അതവിടെ പോയി. ഇനി വേറെ ആൾ വന്നാലും ഞാൻ അങ്ങോട്ട് പോകും. കുട്ടികളെ മാറി കളിച്ചാൽ അങ്ങനെ. ഇതൊക്കെ എന്തിനാ വിഷയമാണ്. ബഹുമാനപ്പെട്ട ഷാഹുല്ലാ ദഹ്ലവിയുടെ അന്നവാദർ എന്ന് പറയുന്ന കിതാബില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചോദിച്ചു, നബിയെ, ഇന്ന് ഈ കാണപ്പെടുന്ന പല സംഘടനയുണ്ടല്ലൊക്കെ നിങ്ങളെ കൂട്ടത്തിൽ വന്ന് എത്തുമെന്ന് ചോദിച്ചപ്പോ വിശ്വാസം പറഞ്ഞു, അവസാനവരൊക്കെ എൻ്റെ കൂടെ എത്തും, ഷിയാക്കൾ ഒഴിച്ച്. ഇമാമിയത്ത് കൊണ്ടാണ് ഞാനും അവരും തമ്മിലുള്ള ബന്ധം വിട്ടുപോകുന്നതെന്ന് ഞാൻ മെല്ലെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴാണ് ഇയാൾ ചാടിക്കളിക്കുന്നത്. പിന്നെ അന്ന് ചെറിയൊരു ഐക്യശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ നേതാക്കന്മാരാ, KP കമാലുദ്ദീൻ, സമദാനി, നിങ്ങളുടെ ചോട്ടാ നേതാക്കന്മാരടങ്ങി ഒരു വേദി പ്രസംഗിക്കാന്നുള്ള ഒരു അത്ഭുതം. അങ്ങനെ എൻ്റെ നാട്ടിലെ ST ഓഡിറ്റോറിയത്തിൽ പരിപാടി നടക്കും. നാടല്ലേ, ഞാൻ സാഹസിച്ചിരിക്കുകയാണ്. ഈ സമദാനി കയറിട്ട് എൻ്റെ ഗുരുനാഥൻ അബുൽ ഖൈർ മൗലവിനെ തുടങ്ങിയ ഞാൻ സാഹസിച്ചിരിക്കുകയാണ്. പിന്നെ അയാൾ ചോദിച്ചു, നിങ്ങളെന്തിനാ അങ്ങനെ പറഞ്ഞത്? അവൻ പറഞ്ഞു, എൻ്റെ മനസ്സിൻ്റെ കുരുക്കഴിച്ചത് നിങ്ങളാണ്. അപ്പോൾ ഈ ഷിയായുടെ ആക്രമണം യുവതലമുറകളിൽ, അഭ്യസ്തവിദ്യരിൽ, അല്ലേ, വിപ്ലവ മനസ്സുള്ള ആൾക്കാരിൽ നേരത്തെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹുമൈനിയുടെ വിപ്ലവ പ്രസ്ഥാനം, ഷിയാ വിപ്ലവം ഇതുവരെ ഒളിവിൽ കിടന്നാണ്. ലോകത്താദ്യം ഒരു ഷിയാ അനുകൂല ഭരണം, ബുക്കുകൾ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു ഭരണം കിട്ടിയത് ഇറാനിലാണ്. അപ്പോ ഇതാ ഇത് വായിച്ചു തരുന്നില്ല. ഹിസ്ബുല്ല അള്ളാഹുവിന്റെ പാർട്ടി എന്ന് പറയുന്നതാണ്. ഇത് പലരും ഇവിടെ ഷിയാക്കളതാന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇതിൽ സായുധ സംഘടനകളെ പലതും ഉണ്ടാക്കി. ഖുമൈനിയുടെ മകൻ അബ്ദുള്ള സദറിന്റെ മകളെയാണ് കിട്ടിയത്. അമൽ എന്ന ആദ്യം സംഘടന ഉണ്ടാക്കി, പിന്നെ പല സംഘടന ഉണ്ടാക്കി, പല പേരിലും ഉണ്ടാക്കി. ആ കളിയാണല്ലോ കേരളത്തിൽ കളിക്കുന്നത്, മനസ്സിലാക്കിയില്ലേ? മുസ്ലിം ബുദ്ധധാരക്കെതിരിൽ പ്രവർത്തിക്കുന്ന ഒരു വിപ്ലവ പ്രവണത നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും. അതെങ്ങനെ വന്നതെന്ന് പറഞ്ഞാൽ, മഹാന്മാരായ സഹാബാക്കളെ കേവല ചരിത്രപുരുഷന്മാർ പോലെ വിലയിരുത്തി ഇംഗ്ലീഷ് ഇസ്ലാമിക് ഹിസ്റ്ററിയും മറ്റൊക്കെ വായിച്ച് പ്രയോജനം കണ്ട എഴുത്തുകാർ രംഗത്ത് വന്നു. ബഹുമാനപ്പെട്ട മൗലാന മൗദൂദി സാഹിബ്, ഞാൻ ആദരിക്കുന്ന പണ്ഡിതനാണ്. എല്ലാവരും പറയുന്ന പോലെ ആൾക്ക് വിവരമുണ്ട്, പക്ഷെ വിവരം വഴി തെറ്റാലോ. അപ്പൊ അദ്ദേഹം ചരിത്രം എന്ന ആൾക്ക് പഠിച്ചത് മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എഴുത്ത് പരതാന്നൊക്കെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എഴുതുന്നത് 50 കൊല്ലം മുമ്പ് യൂറോപ്പിലുണ്ടായ വിദ്യാർത്ഥികളുണ്ടായുള്ള ലൈംഗിക അനാഥത്വത്തെ കുറിച്ച് അയാൾ എഴുതിയത് ഇന്ന് ഫാസ്റ്റായിട്ട് നമ്മുടെ അടുത്ത് വന്ന് എത്തിയിരിക്കുകയാണ്. അന്ന് അയാളത് എഴുതി, അന്ന് ഇവിടെ ഒന്നും വന്നില്ല, അവിടെ പരിശുദ്ധിയുള്ള കാലഘട്ടത്തിലാണ്. വിഷയം നന്നായിട്ട് പഠിച്ചവതരിപ്പിക്കും എന്നുള്ളത്. അപ്പൊ ഇത് ഖിലാഫത്ത് മുലൂക്കി എന്നൊരു പുസ്തകം, മറ്റു പല പുസ്തകമുണ്ട്. ഖിലാഫത്ത് രാജഭരണമായി മാറുമെന്ന് പറയുന്നുണ്ടല്ലോ, മാറ്റിക്കളഞ്ഞു. മഹാബിഅള്ളാഹുവിനെ മോശപ്പെട്ടായിട്ട് പലരും പ്രസംഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അത്തരം സ്റ്റേജുകളൊക്കെ കേൾക്കാൻ കഴിയും, ലേഖനങ്ങളിൽ വായിക്കാൻ സാധിക്കും. നമുക്കും വിരോധം വരും. രാഷ്ട്രീയ പരിശുദ്ധി നഷ്ടപ്പെട്ട ഒരു കേവല ഭൗതിക നേതാവായിട്ടാണ് ബഹുമാനപ്പെട്ട മഹാബിഅള്ളാഹുവിനെയും യസീദിനെയൊക്കെ അവർ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ കള്ളക്കളികളാണ്. ഷിയാക്കള് പല സനതുണ്ടാക്കും. അവരെ ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹദീസുകൾ ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കും. അത് നമ്മൾ അംഗീകരിക്കുന്ന അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ സനത് 1-2 പഠിച്ചു വെക്കും. എന്നിട്ട് അവരുടെ കാട് കയറിയ ആദർശങ്ങൾ അതിൽ കൂട്ടിയിറക്കിയിട്ട് നമ്മളെ കൊണ്ട് ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുപോലെ പിന്നെ അറിയപ്പെടുന്ന അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആധികാരികമായ പണ്ഡിതന്മാരുണ്ടാകും. ഉദാഹരണമായിട്ട് ഇബ്നു ഖുതൈബ ഏറ്റവും വിഷലിപ്തമായ ഗ്രന്ഥം അൽ ഇമാമത്ത് വ സിയാസ എന്ന കിതാബുൽ ഇമാമത്തി വ സിയാസിത്ത്, ഇമാമത്തിന്റെയും ഭരണത്തെയും കുറിച്ച് പറയും. ഇമാമും രാഷ്ട്രീയതാണ്. അത് ഇബ്നു ഖുതൈബത്ത് ദൈനൂരി എന്നാണ് അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അത് തനി കള്ളത്തരവും വഞ്ചനയാണ്. കാരണം ഇബ്നു ഖുതൈബ ദൈനൂരി എന്ന് പറഞ്ഞാൽ വലിയ മഹാപണ്ഡിതനും അദ്ദേഹം പിന്നെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ നേതാവുമാണ്. പക്ഷെ ആ പേരിൽ വേറെ കിതാബ് എഴുതിയ ഒരാൾ, ആ പേരിലുള്ള ഒരാൾ അൽ ഇമാമത്ത് വ സിയാസ എന്ന കിതാബിന്റെ പേരിൽ. പക്ഷെ അതിൽ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയവരൊക്കെ വളരെ മോശക്കാരാണ്, ഭീരുക്കളാണ്, ചതിയന്മാരാണ്. ആയിഷ ബീവിയാണ്, ഹഫ്സാ ബീവിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നത്. എനിക്ക് പറയാൻ വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാതിരിക്കും. ഇങ്ങനെ ഞെട്ടിപ്പോകുന്ന കാര്യങ്ങൾക്ക് ചരിത്രത്തിൽ കടത്തിക്കൂട്ടിയിട്ട് സഹാബാക്കളെ കുറിച്ച് തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടി
ഈ നുഴഞ്ഞു കയറി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ലോകം പറയുന്ന ഏതാ, അദ്ദേഹത്തിന് ചരിത്രത്തിൽ ഒരു കിതാബുണ്ട്, അൽ മാരിഫ് എന്നാണ് എൻ്റെ പേര്. ഈ പേരിൽ അദ്ദേഹത്തിന് കിതാബില്ല, പക്ഷെ അദ്ദേഹത്തിന് എല്ലാവരും അറിയുന്നതുകൊണ്ട് ആ പേരിൽ വേറൊരുത്തൻ ഈ കിതാബ് എഴുതിയിട്ട് അതിലാണ് സഹാബയെ കുറിച്ച്. ഇതാണ് ബ്രിട്ടീഷുകാർ ഉൾപ്പെടുത്തിയത്. ഇങ്ങനെ ധാരാളം ബഹുമാനപ്പെട്ട ഇമാം സൂത്തി എന്ന് പറയുന്നുണ്ട്, ഒരു സനദിന്റെ അറ്റത്ത് അഹ്ലു സുന്നത്ത് അല്ലാത്ത അഹ്ലു ബൈത്തിനെ കുറിച്ച് പറയുന്നത് കണ്ടാൽ നിങ്ങൾ ഒറ്റ അടിക്ക് അത് എടുക്കരുത്. അത് ശരിയാണോ അല്ലെങ്കിൽ നല്ലോണം പരിശോധിക്കണം. കാരണം അഹ്ലു ബൈത്തിനെ പറ്റി ഇല്ലാത്തത് കെട്ടിച്ചമയ്ക്കുന്ന ധാരാളം സനദുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. ചിലപ്പോൾ സനദ് ശരിയായിരിക്കും, ഇന്നാളെ ഇന്നാളെ ശരി, അത് പഠിച്ചു വെച്ചിരിക്കാൻ. എന്നിട്ട് വേറെ പറയും 5 പേര്, അവർക്ക് ഈ നിയമമൊന്നും ബാധകമല്ല, ശരീഅത്ത് നിയമം ബാധകമല്ല, തങ്ങന്മാരാണ് 5 പേര്. ആരാണെന്നറിയാം? ഷിയാക്കളുടെ പ്രസിദ്ധമായ കവിതയാണ്. എനിക്ക് 5 ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർക്കുന്നത്. എന്റെ മാരക രോഗങ്ങൾക്ക് ചികിത്സ അവരാണ്. ഒന്ന് മുത്തബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലി അല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ ഫാത്തിമ. ഈ 5 പേരാണ്. ഈ 5 പേർക്ക്, അഹ്ലുൽ ബൈത്തിലെ 5 പേർക്ക് പരിശുദ്ധ പള്ളിയിൽ ജനാബത്തൂടെ കടക്കുന്നതിന് വിരോധമല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫത്താവ ഹദീസിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അങ്ങോട്ട് ഒരുപാട് കഥകളുണ്ടാവും. ഇതിൽ പല ശുദ്ധാത്മാക്കളും പെട്ടുപോയി. ബഹുമാനപ്പെട്ട ആളുടെ പേര് ഞാൻ പറയണ്ട, കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഞാൻ ഇതുപോലെ ഒരാൾ ആദരിക്കില്ല, അത്രയും ഭക്തനാണ്. വാതിലൊക്കെ വന്നാൽ ഒഴിഞ്ഞൊരു പള്ളിയിലാണ് അദ്ദേഹം താമസിക്കാം. എല്ലാം നിസ്കരിക്കുമ്പോൾ ഭക്തിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വാത് കേട്ടു എൻ്റെ നാട്ടിനടുത്ത്. അദ്ദേഹം ഖബർസ്ഥാനുള്ള പള്ളിയിലാണ് പോയി താമസിക്കുന്നത്. വാതിൽ അദ്ദേഹം പറഞ്ഞു, മേറാജിന് പോകുന്ന രാത്രിയിൽ, കിതാബുള്ളതാണ്, അദ്ദേഹം കുറ്റം പറയാൻ പറ്റില്ല. മേറാജിന് പോകുന്ന രാത്രി, പോയ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ പഴം തിന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദേഹത്തിലുണ്ടായ ആ ഊർജത്തിലാണ് ഫാത്തിമ ബീവി ജനിച്ചത്. അതുകൊണ്ട് സ്വർഗം വാസനിക്കാൻ ആഗ്രഹമുണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിയെ ചുംബിക്കാറുണ്ടായിരുന്നു. നല്ലൊരു വാദം അദ്ദേഹം പറഞ്ഞു. ഞാൻ പിറ്റേന്ന് ആ പള്ളിയിൽ പോയി അദ്ദേഹത്തിനോട് ബഹുമാനപൂർവ്വം സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രൂപത്തിന്റെ മുമ്പ് മിറാജ് ഉണ്ടായിട്ടില്ല, ശേഷമല്ലേ മിറാജ് ഉണ്ടായിട്ടുള്ളൂ? അതങ്ങനെ തന്നെയാണ് പറഞ്ഞു. എന്നാൽ രൂപത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ബീവി ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് മേപ്പെട്ടു. കിതാബിനെ എഴുതിയിരിക്കാം ഇങ്ങനത്തെ കാര്യം. നിങ്ങൾക്ക് അതിലേറെ രസം കേൾക്കണോ? അഹമ്മദാബാദ് എന്നൊരു രാജ്യമുണ്ട് ഇന്ത്യയിലാണ്. രാജാക്കന്മാരും അന്നത്തെ പണ്ഡിതന്മാരും പലരും ഷിയായിസത്തിന്റെ അതിപ്രസരിച്ച് കുടുങ്ങിപ്പോയ ആൾക്കാരുണ്ട്. ഈ അഹമ്മദാബാദ് ഉണ്ടാക്കിയത് അവിടുന്ന് അഹമ്മദ് എന്നാണ് മുഹമ്മദ് രാജാവിന്റെ മോനാണ്. ഈ മുഹമ്മദ് രാജാവ് മുളഫർ രാജാവിന്റെ മോനാണ്. മുളഫർ രാജാവാണ് ആദ്യം മൗലൂദ് അരങ്ങേറ്റിയാണ് രാജാക്കന്മാരുടെ കൂട്ടത്തിൽ. രസം കേൾക്കണോ? നിങ്ങൾ എന്തിനാണ് തപ്പി നടക്കുന്നത്? ആധികാരികമായ ഫിഖ്ഹിന്റെ നിയമങ്ങൾ പറയുന്ന കിതാബാണല്ലോ ഫത്ഹുൽ മുഈൻ. ഒരു കാര്യം അതിൽ പറയാതിരിക്കുമോ നീളുള്ളത്? സുന്നത്തായ വരീമത്തുകൾ, ഭക്ഷണം കൊടുക്കൽ, കൂലി കിട്ടുന്ന കാര്യങ്ങൾ 6 വ്യക്തമായി എണ്ണി, 11 ഇയാൾക്കുൽ എണ്ണി. സുന്നത്തായി ഭക്ഷണം കൊടുക്കൽ സുന്നത്തായ കാര്യങ്ങൾ, മാർക്കം കഴിക്കുന്നത്, സുഖപ്രസവം നടന്നാൽ, ഖുർആൻ ഹിഫ്ളാക്കിയാൽ, ഒരു യാത്രക്കാരൻ തിരിച്ചു, അങ്ങനെ സന്തോഷമുള്ള കുറേ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കൽ നല്ലതാണെന്ന് പറഞ്ഞെടുത്ത് മൗലൂദ് പറഞ്ഞില്ല. അതല്ലേ പറയേണ്ടത്? സൈനുദ്ദീൻ മഖ്ദൂമി അങ്ങനത്തെ ഒരു ഇസ്ലാമിന് നിച്ചല്ല, അവിടുന്ന് അങ്ങോട്ട് ആർക്കും നിച്ചല്ല. ഒരു ഫിഖ്ഹിലും ബാബുൽ മൗലിദി ഉണ്ടോ? ഫസ്ലുൻ ഫിൽ മൗലിദി അതല്ലേ പറയേണ്ടത്. എന്നാ അപ്പൊ നമുക്ക് തർക്കം ഉണ്ടാവും. അത് ഏത് മാസത്തിലാണ്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഏത് അലക്കാണിമേല കിതാബ് വെക്കേണ്ടത്, ഒക്കെ ഒന്ന് എഴുതിക്കൂടെ? അതിനൊന്നുമില്ല. നഖം മുറിക്കുന്നതിന് തെർത്തീബ് പറഞ്ഞിട്ടുണ്ട് കിതാബിൽ. വല്ലപ്പോഴും മഴത്തേടുന്ന നിസ്കാരത്തിന്റെ വിധികൾ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അഖീഖ അറക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മുടി എന്താക്കാൻ ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. പക്ഷെ ഈ മൗലൂദിനെ മാത്രം എന്ത് അതിന് ഷർത്തും പറലും സുന്നത്ത് ആദാബൊന്നും പറയാതിരുന്നത്? അങ്ങനെ ദീനില്ലാഞ്ഞിട്ട് തന്നെ അല്ലേ പറയണ്ടേ? അങ്ങനെ ഇങ്ങനെ വന്നപ്പോ അതിന് പിന്നീട് ഷെഹ എഴുതിയ ആളുണ്ട്. അദ്ദേഹത്തിന്റെ പേരെന്താ? ഇയാളത്ത് സയ്യിദുൽ ബക്കരി. എൻ്റെ കുടുംബക്കാരൻ, എൻ്റെ ഉമ്മ അദ്ദേഹത്തിന്റെ കുടുംബക്കാരിയാണ്. എൻ്റെ ഉമ്മൻ്റെ മൂത്താപ്പയുടെ മകന്റെ പേര് തന്നെ സയ്യിദുൽ ബക്കരിയാണ്. അയാളെ പേരാട്ടിരിക്കുന്നത്. ഞങ്ങൾ ബക്കരികളാണെന്നാണ് ബപ്പ്. അപ്പൊ അദ്ദേഹം എഴുതി, പഴയ ആര്യമാണ്. അവ എഴുതുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒന്നുണ്ട്, റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ളാഹിന്റെ പേരിൽ മൗലൂദ് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നതിന് വലിയ കൂലിയുള്ള കാര്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഷെയ്ഖ് സൈനി ദഹ്ലാൻ ഈ വിഷയത്തിൽ ഒരു ഇസാര എഴുതിയിട്ടുണ്ട്, അത് മാറ്റം വരുത്താതെ ഞാനിവിടെ കൊടുക്കുകയാണെന്ന് പറഞ്ഞതിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ പറയണത് എന്താ പറഞ്ഞാൽ,
സഹാബി പറഞ്ഞിരിക്കുന്നു, ഓരോരുത്തരും പറഞ്ഞു. ജുനൈദുൽ ബഗ്ദാദി, മാറൂഫുൽ കർഹി, ഹസൻ ബസരി, ഇവരൊക്കെ അപ്പോൾ സുന്നി പ്രസംഗങ്ങൾ കേട്ടൊക്കെ മനസ്സിലാവും എന്താ പറഞ്ഞതെന്നുള്ളത്. എനിക്ക് വഹദ് പോലെ മഴ സ്വർണ്ണം ഉണ്ടെങ്കിൽ ഞാനത് മൗലൂദ് ചെലവാക്കാനാണ് ഇഷ്ടപ്പെടുക. ഓരോരുത്തർക്ക് പറ്റ അവരുടെ പ്രസ്താവനകൾ ഈ കിതാബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർക്കും സംശയം ഉണ്ടാവുമോ? അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയോ? ഹദസ മിൻ ബഅദിൽ ഖുറൂനി സലാസത്തി എന്ന ഈ അമൽ 3 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് ഉണ്ടായത്. അതാണ് തഅബ അത് നേരെ ഇങ്ങോട്ട് പാടിയതാ. ആ ആട്ടിന്റെലൊക്കെ പറഞ്ഞല്ലോ കൈയുള്ളതാ. മൗലൂദ് കൈക്കൽ പണ്ട് പതിവില്ലാത്തതാ, 300 ഹിജറയ്ക്ക് ശേഷം വന്നത്. അതിന്റെ ബാക്കിയൊക്കെ ഉണ്ടല്ലോ, ഇതായി പറഞ്ഞതാണ്. അതിൽ കുറെ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ മഹാന്മാരൊക്കെ കഴിച്ചാളെ പറയുന്നത്. പിന്നെ പറഞ്ഞ ഒരു സംഭവം വെച്ചാല് അബ്ദുൽ മലിക് ബിൻ മർവാന്റെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ മോശമായി. അയാൾക്ക് പിന്നെ ഒരു മാറ്റം. റബീലയിൽ വരുമ്പോൾ അയാൾ നല്ല വസ്ത്രം കൊടിച്ച് അത്രയൊക്കെ പൂശി നല്ല അവസ്ഥയിലാണ് മരിച്ചു. അങ്ങനെ മരിച്ചപ്പോൾ സ്വപ്നം കണ്ടപ്പോൾ അയാൾ നല്ല അവസ്ഥയിലാണ്. അപ്പൊ എന്താ പോലെ കാലം ചോദിച്ച് പറഞ്ഞ് റബീൽ അവലിനെ ബഹുമാനിച്ചിട്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഹാറൂൻ റഷീദിന്റെ കാലത്ത് ഒരാൾ കുതിര പിടിച്ചു പോവാണ്. ഓവർ സ്പീഡ് കുതിര പിടിക്കാൻ കിട്ടിയില്ല. അങ്ങനെ അത് കൊട്ടാരത്തിലേക്കാണ് ഓടിയത്. നോക്കുമ്പോൾ രാജാവിന്റെ മോൻ കുതിരയെ പിടിച്ച് നിൽക്കാൻ മാറ്റാൻ കഴിഞ്ഞില്ല, പിടിച്ചിട്ട് കിട്ടിയില്ല. നേരെ പോയിട്ട് അങ്ങനെ അടിച്ചു. കുതിരക്ക് പരിക്ക് പറ്റി, കുട്ടിക്ക് തവണ്ടായി. രാജാവ് കരീബന്റെ മോനല്ലേ, പിടിച്ച് കൊട്ടാരത്തിലാക്കി ഹാജരാക്കി. എന്ത് വിധിയും കൊടുക്കാം. ആ സമയത്താണ് അയാൾ ചോദിക്കുന്നത്, എന്താണ് എന്റെ മനസ്സ് മാറ്റിക്കാണ് നീ ചെയ്തത്? ഞാനിപ്പോ എന്തൊക്കെ എന്നിട്ട് അയാളെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലൊരു മൗലൂദ് കഴിക്കാൻ കരുതിയിരുന്നു എന്ന്. ഹാറൂൻ റഷീദിന്റെ കാലത്തെ ഹാറൂൻ റഷീദിന്റെ കാലം ഏതാ? അബ്ദുൽ മലിക് അവന്റെ കാലം ഏതാ? 1ഉം 2ഉം നൂറ്റാണ്ടിൽ ഈ പറയപ്പെട്ട ഔലിയാക്കന്മാർ രാജാക്കന്മാരൊക്കെ മരിച്ചുപോയത്. പിന്നെ എങ്ങനെ 3 നൂറ്റാണ്ടിന് ശേഷമുള്ള ഈ മൗലൂദിന്റെ കഥ അവർ പറയാതെ ചോദിക്കാൻ ആർക്കും വിവരമില്ല. തീരെ അറിഞ്ഞൂടല്ലോ. മറ്റേ കാര്യം പറഞ്ഞതുപോലെ എല്ലാ സംഭവം എങ്ങനെയാണ്. ഇനി വേറെ രസം കേട്ടോളി, കുറച്ചുകൂടി നിസ്റ്റാൾജിയായിട്ട് പറയാൻ സാധിക്കും. എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ 17 വയസ്സുള്ളവൻ ചെറുപ്പത്തിൽ പോയി. ചെറുപ്പത്തിലെ ഹാജി ആയതുകൊണ്ട് നല്ല ആലിമായിരുന്നു. കൊടിയത്തൂർ ഖാദിനൊക്കെ ഉസ്താദാണ്. മരക്കാർ ഹാജി എന്നാണ് പറഞ്ഞത്. കൊടിയത്തൂരിൽ മരക്കാർ ഹാജി എന്നാണ് പറയുക. നല്ല മസാല കിട്ടും. ഫത്താവാകൃതി എപ്പോഴും കൂടെ ഉണ്ടാകും. എനിക്ക് അദ്ദേഹത്തെ വലിയ കാര്യമാക്കി, എന്നോടും വലിയ കാര്യം. അപ്പൊ അദ്ദേഹം എന്നോട് അന്ന് ഹജ്ജിന് പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞു. ഹസ്ബുല്ല എന്ന് പറയുന്ന മഹാനായ പണ്ഡിതനുണ്ട്, ജ്ഞാനവൃദ്ധനാണ്. ഈ പറഞ്ഞ മുത്താപ്പൻ്റെ ഒരു മകന്റെ പേര് ഹസ്ബുല്ലയാണ്. അക്കാലത്ത് അദ്ദേഹത്തിന് ഉസ്താദാണ്. ഹസ്ബുല്ല എന്ന് പറയുന്ന മഹാനെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി. ഹജ്ജിന് പോയപ്പോൾ ചെന്നപ്പോ ഈ ഹസ്ബുല്ല ദേഷ്യം പിടിക്കുന്ന ഒരു രംഗാണ് കണ്ടത്. വേറെ ആളോട് എന്തിനാ ദേഷ്യം പിടിക്കുന്നത്? ദഹ്ലാൻ ഇങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ദേഷ്യം പിടിച്ച ആളെ പറയാണ്, ദഹ്ലാൻ അങ്ങനെ ഒരിക്കലും ഫത്വ കൊടുക്കില്ല, അയാൾക്കൊരു കള്ള കാത്തിബുണ്ട്, അവന്റെ പണിയാണിത് എന്നുകൊണ്ട് ഹസ്ബുല്ല ദേഷ്യം പിടിക്കുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് എന്റെ പൂർവികൻ എന്നോട് പറഞ്ഞു. ഈ ദഹ്ലാനാണ് ഈ റിസാല. അയാളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ കള്ളക്കാത്തിബിന്റെ പണിയാണിത്, ജൂതന്മാർ ചെയ്ത് ഒപ്പിച്ച പരിപാടിയാണിത്. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടാൻ അറിയില്ല. ഈ മൊയ്തീൻ ഷേഖിന്റെ ഉന്യ എന്ന് പറയുന്ന കിതാബില് അഹ്മദ് നബൽ അല്ലാത്ത അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു മുഅ്തസിലിയാണ് എന്നുണ്ട് ചില അടികളിൽ. സയ്യിദ് ഫഖറുദ്ദീൻ അഹ്മദ് സാഹിബ് ശൈഖുൽ ഹദീസ് ദാറുൽ നിന്ന് ബുഖാരി ഞങ്ങൾക്ക് ദർസ് നടത്തുമ്പോൾ അല്ലാഹു അക്ബർ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഈ കിതാബ് അതിന് മറുപടിയാണ്. ഈ കിതാബിന്റെ 3 കോപ്പി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഇന്ന നവാബിന്റെ ലൈബ്രറിയിൽ നിന്ന് കാലത്തൊക്കെ പറഞ്ഞു. ആദ്യം കണ്ടതിൽ ഒരു പരാമർശമില്ല, പുനിയയിൽ ഒരു പരാമർശമില്ല. രണ്ടാമത് കണ്ടതിൽ വക്കത്ത് എഴുതി ചേർത്തിരിക്കുന്നു. മൂന്നാമത് കണ്ടതിന്റെ ഉള്ളിൽ തന്നെ കൂട്ടി അടിച്ചിരിക്കുന്നു. അപ്പൊ തൽപര കക്ഷികൾ കാര്യം നേടാൻ വേണ്ടി ഇമാമികളെ പറ്റി മുഅ്തസില എന്നൊക്കെ പറഞ്ഞ് ഹനഫികളുടെ ശക്തി ഓർക്കാൻ, മറ്റേ ഹംബലിയുടെ ശക്തി ഓർക്കാൻ പ്രചരിപ്പിക്കുന്നത് പോലെ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനത്തെ കുറെ നടന്നിട്ടുണ്ട്. അതിന്റെ ആൾ ആരാണെന്ന് പറയാണിപ്പോൾ എൻ്റെ പണിയും. അത് ഷിയാക്കൾ ചെയ്യുന്ന പണിയാണ്. അവർക്കൊരു ധർമ്മമാണ്. ഇസ്രായേലികളൊക്കെ അല്ലേ, ഇസ്രായേലിലെ ഒരു പുസ്തകം മദീന യൂണിവേഴ്സിറ്റി ക്ലാസ്സിലിരിക്കുമ്പോൾ ഉസ്താദ് റായത്ത് ക്ലാസ്സിന് പറയാണ്, ഞാൻ ഒരു ബുക്ക് വായിച്ചു, ജൂതന്മാരുടെ ഒരു പുസ്തകം വായിച്ചു. അതിൽ പറയുന്നത് ഒരു ജൂത സ്ത്രീ മറ്റു മതത്തിൽപ്പെട്ട ഒരു പുരുഷനുമായി വ്യഭിചാരം നടത്തിയാൽ അത് വലിയ പുണ്യകർമ്മമാണ്. പക്ഷേ ജൂത സമുദായത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനുമായിട്ട് വ്യഭിചാരം നടത്തിയാൽ അത് ഭയങ്കര തെറ്റാണ്, ഭയങ്കര ശിക്ഷ കൊടുക്കേണ്ട തെറ്റാണ്. എന്താ കാരണം? മറ്റുള്ളവരെ പഴിപ്പിച്ചു എന്നുള്ള പുണ്യാണ് അവിടെ. ഇതാണ് ഈ ശിയാക്കൾ ഇപ്പോൾ കാണുന്ന കാര്യം.
രണ്ടും ഒന്നാണ്. ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ പ്രസ്ഥാനം കൊടുത്തിട്ട് മറ്റോ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഷിയാക്കളോട് യാതൊരു വിരോധമില്ല. സബ്ര ശത്ര, എനിക്ക് വായിച്ചു പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. പ്രബോധനത്തിലും മറ്റൊക്കെ വായിച്ചപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ടാവും നിങ്ങൾ. ഇസ്രായേലിന്റെ ആക്രമങ്ങൾ, സബ്ര ശത്തല അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ നടത്തിയ ക്രൂരമായ സംഗതികൾ, യുവതികളെ ബലമായി പിടിച്ചുകൊണ്ടുപോയും അറുകൊല നടത്തുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും കൊന്നിട്ട് മുഴുവൻ കാലിയായി കൊന്നു തീർക്കുകയും ചെയ്യുക. ഇസ്രായേൽ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ വായിച്ചു നോക്കുമ്പോഴാണ് അതൊക്കെ ഷിയാക്കളാണ് ചെയ്തത്. ഈ പറഞ്ഞ അബ്ദുള്ള സദറിന്റെ ഗ്രൂപ്പ് പല ഭാഗത്തും പല പേരിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അവരാണ് ഇവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നത്. അതുവരെ അവർ കൂടെ നിൽക്കും, പിന്നെ അങ്ങോട്ട് മാറി നിൽക്കും. അങ്ങനെ ചെയ്യുന്നവർ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണമാറ്റത്തിലും ആർക്കൊക്കെ പങ്കുണ്ടാവുകയല്ലേ? അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഈ രോഗം എല്ലായിടത്തും വരുന്നു. ഒരു മുസ്ലിംമാരടുത്ത് മാത്രമല്ല, പാവങ്ങൾ അറിയാതെ വിട്ടുപോയതാണ്. അവർക്ക് ദീനോട് വിരോധമൊന്നുമില്ല, ഇങ്ങനെ പഠിക്കാത്തതുകൊണ്ടാണ്. മറ്റത് അതിൽ അപകടകരമാണ്. മുസ്ലിം സമൂഹത്തിനും മുസ്ലിം നേതാക്കന്മാർക്കുമൊക്കെ ദോഷകരമായി എഴുതാനും ചിന്തിക്കാനും മാത്രം ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാൻ സാധിക്കും. എനിക്കതിൻ്റെ ഉറവിടം അറിയാം. എൻ്റെ വീട്ടിൽ നിന്നാണ് ആ പ്രസ്ഥാനം തുടങ്ങിയത്. മൗലാന മൗലവി സാഹിബിനെ ആദ്യം സ്വീകരിച്ച വീടാണ് എൻ്റെ വീട്. പിന്നെ അങ്ങനെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി. നിങ്ങളിൽ പേര് മാറി 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 വരുന്ന ഇതൊക്കെ നോക്കേണ്ടി ഒക്കെ ഒരേ സ്ഥാപനത്തിൽ പഠിച്ച ആൾക്കാർ അന്നും ഇന്നും അന്താരാഷ്ട്ര പേര് മാറിയിട്ടുണ്ടെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് മറ്റവരെയും കളി. ഒരു വ്യത്യാസമില്ല. ഇവരറിയാതെ ചെയ്തായിരിക്കാം, അറിഞ്ഞുകൊണ്ട് ചെയ്താണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ മഹാന്മാരായ സഹാബാക്കളെ ആദരിക്കാത്ത അവർക്കാണ് റാഫിളികൾ നമ്മൾ പറയും. ശരി, റാഫിളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇമാം ഷാഫി അള്ളാഹുവിനെ പോലും അദ്ദേഹം ഷിയ എന്ന് പ്രചാരണം ഉണ്ടായി. യമനിൽ അദ്ദേഹത്തിന് വലിയാത്ത സ്വീകരണമായിരുന്നു. ആ യമനിൽ അദ്ദേഹത്തിന് ഷാഫികളാണ് ഇവിടെ മലബാർ ഷാഫികളായി പോയത്. ആ ഇമാം ഷാഫി അള്ളാഹുവിന് ഹാറൂൻ കാലഘട്ടത്തിൽ അദ്ദേഹം ഷിയാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ സഹാബാക്കളെ വർണ്ണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, എത്രത്തോളം ആണെന്ന് ആലോചിച്ചില്ല. ലൗകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫൽയഖ്ശദി സഖലാനി അന്നി റാഫിളി. മുസ്തഫ നബിയുടെ കുടുംബത്തിനോട് സ്നേഹം കാണിക്കുന്നത് റാഫിലിയാകുന്നതിന് കാരണമാണെങ്കിൽ ഞാൻ റാഫിലിയാകുന്നതിന് ജിന്നുകളും ഇൻസുകളും സാക്ഷിയായിക്കൊള്ളട്ടെ എന്ന് ഇമാം ഷാഫി അല്ലാഹു തആല പറഞ്ഞു. അവസാനം അദ്ദേഹത്തിന് പിടികൂടി ബഗ്ദാദിലേക്ക് കൊണ്ടുപോയി. ഏതാനും ആളെ കൊടുത്ത് അദ്ദേഹം കൊല്ലണ്ടായിരുന്നു. മുഹമ്മദ് ഹസൻ ഷെയ്ബാനി അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. ഇമാം അബൂ ഹനീഫയുടെ പ്രധാന സഹാബിയാണ്. അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഹാറൂൻ റഷീദിന്റെ വധത്തിൽ നിന്നും ഇമാം ഷാഫി അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ സിയാസത്തിന്റെ നീരോട്ടം നേരത്തെ നടന്നാൽ രാജാക്കന്മാരിലുണ്ട്, അല്ലാത്തവരുണ്ട്. നമ്മളെവിടെയുണ്ട്? ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നാൽ എൻ്റെ ചിന്ത അവതരിപ്പിക്കും. ഇവിടെ ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. അതാ കാര്യം. അപ്പൊ അള്ളാഹു വെച്ചാൽ ഔലിയാക്കന്മാരെ ബഹുമാനിക്കണം, അവിടെ എല്ലാം ചെയ്യണം, മറ്റൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ സുജൂദൻ ഇബ്ലീസ് മടിക്കാത്തതുകൊണ്ടാണ് ഇബ്ലീസ് കഴിച്ചു പോയത്. അതുകൊണ്ട് ഈ ബഹുമാനം വിട്ട് കളഞ്ഞാൽ എല്ലാം പോകും, അഹ്ലുസ് സുന്നത്ത് പോകും എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത് ഷിയാക്കൾ പഠിപ്പിച്ചതാണ്. ഷിയാക്കളുടെ വാദം എന്താണെന്നറിയോ? അള്ളാഹ് ബഹുമാനിച്ചവരെയും ബഹുമാനിച്ച വസ്തുക്കളെയും ബഹുമാനിക്കുന്ന ഷിയാക്കളുടെ വാദം. അതിലിട്ട് കടന്നിട്ട് അവർ പല പുതിയ വാദങ്ങളുണ്ടായി. ഒരു വാദം എന്താണ്? അള്ളാന്റെ വലി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഔലിയാക്കന്മാർക്ക് മരണമില്ല, എപ്പോൾ വിളിച്ചാലും കേൾക്കും, കാണും. ഒളിഞ്ഞിരിക്കുക, നമ്മൾ കാണൂല എന്നേ ഉള്ളൂ. അവരിങ്ങോട്ട് കാണും, അവർ കേൾക്കും. അദൃശ്യങ്ങളൊക്കെ അറിയും, നമ്മൾ വിളിച്ചാലൊക്കെ കേൾക്കും, സംഭവമൊക്കെ അവർ അറിയും. ഇവിടെ ഹാജരാവാൻ അവർക്ക് സാധിക്കും, നമ്മൾ കാണൂല എന്നേ ഉള്ളൂ. ഷിയാക്കളുടെ അർത്ഥമാണ്. അത് നമ്മൾ അറിയാതെ വിട്ടുപോയി. അള്ളാഹുമായി മഹബത്ത് കൂടി അടുപ്പം കൂടിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ കാഴ്ചയിൽ പങ്കുചേരുകയാണ്, കേൾവിയിൽ പങ്കുചേരുകയാണ്. അള്ളാഹ് കൊടുത്തിട്ടുള്ള സ്ഥാനമാണത്. എന്നിട്ട് അവർ ഈ അർത്ഥത്തിൽ വിളിച്ചു. അലിയാരെ വിളിച്ചു, നിബിതങ്ങളെ വിളിച്ചു, ഫാത്തിമാവിനെ വിളിച്ചു, അവർ രണ്ട് മക്കളെയും വിളിച്ചു. എപ്പോൾ? ഗുരുതരമായ സാംക്രമിക രോഗങ്ങൾ, പ്രശ്നങ്ങൾ പിടിപെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ നബിയും സഹാബത്തും പഠിപ്പിച്ചതിനെതിരാണ്.
എന്തുകൊണ്ട്? അവരിങ്ങനെ ആരെയല്ലല്ലോ വിളിച്ചത്? ഷിയാക്കൾ വിളിച്ചവരാരാ വിളിച്ചത്? അവരെ നമ്മൾ വിളിക്കാൻ പാടില്ല. അവരാരാണ് വിളിച്ചത്? ഹൈസുസ്താസുർ റബ്ബ, റബ്ബിനെ വിളിച്ചിട്ട് ആ സഹായം തേടിയത് എപ്പോഴാണ്? കാനുസ്താസു റബ്ബഹും യൗമൽ ബദർ ഫീ സൂറത്തിൽ അംഫാലി ഹാദാ ഖദ്ദുകീർ. മഹാന്മാരായ സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബദറിൽ കുടുങ്ങിപ്പോയ സമയത്ത് ആയിരക്കണക്കാണ് ആയുധാരികളുടെ ഇടയിൽ നിരായുധരായ സഹാബാക്കൾ കുടുങ്ങിയപ്പോൾ പടച്ചവനെ രക്ഷിക്കണേ എന്ന് അള്ളാഹുവിനോടാണ് രക്ഷ ചോദിച്ചിരുന്നത്. എന്ന് പറഞ്ഞ ഏതാ? മാനാലഹി വസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും എന്താണ് ചെയ്തത് അത് ചെയ്യുന്നവരാണ് അഹ്ലുസ് സുന്നത്ത് ജമാഅത്ത്. അവൻ ഈ സഹാബത്ത് എന്താ ചെയ്ത് കുടുങ്ങിയപ്പോൾ അള്ളാഹു, അത് ആരാ പറഞ്ഞേ? ഏത് മാസികയിലാ വന്നത്? ലൗഹുൽ മഹ്ഫൂദിൽ പ്രിന്റ് ചെയ്ത ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന മലക്ക് ഇവിടെ വിതരണം ചെയ്ത മുസ്തഫ നബിയുടെ ഉമ്മത്തിന്റെ കയ്യിലുള്ള പരിശുദ്ധ ഖുർആനിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ അംഫാൽ 9-ാമത്തെ ആയത്ത്. ഇത് തസ്തഗീഥൂന റബ്ബക്കും, അല്ലാഹ് പറയാണ്, മുഅ്മിനീങ്ങളെ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാഥ ചെയ്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഫസ്തജാബ ലക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് അതിൽ ഉത്തരം ചെയ്തു. ഇന്നി മുമിദ്ദിക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ, മാർച്ച് ചെയ്ത് വരി വരിയായി വരുന്ന 1000 മലക്ക് പട്ടാളത്തെ കൊണ്ട് നിങ്ങളെ ഞാൻ സഹായിക്കും എന്ന് നിങ്ങളെ റബ്ബ് ഉത്തരം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിൽ ശ്രദ്ധ പഠിപ്പിക്കുകയാണ് അല്ലാഹ്. കണ്ടോ, കുടുങ്ങിയ സമയത്ത് മഹാനായ റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും രക്ഷപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്തത് അള്ളാഹുവിനോടായിരുന്നു എന്ന് സൂറത്തുൽ അംഫാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെ ഖിലാഫ് തീർന്നല്ലോ, പിന്നെ എന്തിനാ മറ്റേതിന് പിന്നാലെ പോണത്? അവിടെ തെറ്റിക്കാനുള്ള പരിപാടിയാണ് അവർ ചെയ്യാം. ഈ ഇവരെന്ത് ചെയ്തു? ഷിയാക്കൾ രാജാക്കന്മാരുടെ പട്ടാളങ്ങളിൽ നുഴഞ്ഞു കയറി. മുസ്ലിം പട്ടാളങ്ങളിലൊക്കെ ഷിയാക്കൾക്ക് വലിയ പങ്കുണ്ടാവും. അവരാണ് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചത്. അവരാണ് ടിപ്പുവിനെതിരിലെ ആർക്കാട് നവാബിനെയും അതുപോലെ ഹൈദരാബാദ് നിസാമിനെയും ബ്രിട്ടീഷ് പട്ടാളത്തിന്റെയും മറാഠി പടയുടെയും നായർ പടയുടെയും കൂടെ സഖ്യസേനയിൽ അംഗത്വം വാങ്ങിച്ചു കൊടുത്ത് ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തി അതിന്റെ ഭൂവിഹിതം വരെ വാങ്ങിയ ആൾക്കാരാണ് ഈ കൂട്ടർ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സുന്നിയായി എന്നർത്ഥം. ഷിയാകാണ് പേര്, സുന്നിയാണ്, സുന്നത്ത് ജമാഅത്താണ് പേര്. അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഇന്ത്യക്കാരെ സുന്നി ലേബലിൽ ബ്രിട്ടീഷിനോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നേതാവായിരുന്നു ഇന്ന് ആൾ ഇന്ത്യ സുന്നി ജമാഅത്തൊക്കെ പൊക്കിപ്പിടിക്കുന്ന ആയിലാ ഹസ്രത്ത്. ആരാണ്? അഹമ്മദ് റിസാ ഖാൻ. വലിയ ആളായിരുന്നു. 921 അദ്ദേഹം മരിച്ചത്. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ എതിർത്തു. അപ്പോൾ എഴുതിയ പുസ്തകമുണ്ട്, ഇലാമുൽ ആലാം ബിഅന്ന ഹിന്ദുസ്ഥാൻ ദാറുൽ ഇസ്ലാം. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല, അറബിയിലാണ്. ഇലാമുൽ ആലാം, ഈ പേര് അറബിയിലാണ്. മഹാന്മാരായ ആൾക്കാരെ അറിയിക്കുന്നത് ഇന്ത്യ രാജ്യം ദാറുൽ ഇസ്ലാമാണെന്ന്, മുസ്ലിം രാജ്യമാണ്. അതിന് ഇത്ര നല്ല ആളില്ലല്ലോ. ഖിലാഫത്ത് തീർക്കാൻ വേണ്ടി അദ്ദേഹം എഴുതി സൂറത്തുൽ മുംതഹിൽ ആയത്ത് കൊടുത്തുകൊണ്ട്, നല്ലവരായതുകൊണ്ട് അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ല, എതിർക്കാൻ പാടില്ല എന്നുള്ള ആയത്ത് കൊടുത്തിട്ട് എഴുതി അൽ ഹുജ്ജത്തുൽ മുഖ്തമിന മിൻ ആയത്തിൽ മുംതഹിന ഒരു റിസാല. അങ്ങനെ പലതും എഴുതി. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഷിയ, പേരിൽ സുന്നി. നുവ്വത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ നബിയാണ് മിർസാ ഗുലാം ഖാദിയാനി. രണ്ടും ഒരേ പാരമ്പര്യം, ഒരേ ബ്രിട്ടീഷ് ബന്ധം, ഒരേ നയം. അവൾ മനസ്സിലാക്കിക്കണ്ടേ? അവരാണ് ദൈവബന്ധി ആലിമ്യങ്ങൾക്കെതിരിൽ വാളെടുക്കുന്നത്, വേറെ ആരുമല്ല. കാരണം ദൈവബന്ധി ആലിമ്യങ്ങളിൽ ഇന്ത്യ ദാറുൽ ഹർബാണ്, ശത്രു രാജ്യമാണ്. ബ്രിട്ടീഷുകാർ പിടിച്ചു കഴിഞ്ഞ് അവരോട് യുദ്ധം ചെയ്യുകയോ ഹിജറയോ ചെയ്യേണ്ട മുസ്ലിങ്ങളുടെ കടമയാണെന്ന് പറഞ്ഞിട്ട് യുദ്ധത്തിന് തയ്യാറായി. അങ്ങനെ ബഹുമാനപ്പെട്ട ഖാസിം നാനൂത്തവിയും റഷീദ് അഹമ്മദ് ഗംഗോഹിയും നേതൃത്വം കൊടുത്തുകൊണ്ട് മുഹാജിർ ഇംദാദുല്ലാ മക്കിയുടെ നിർദ്ദേശപ്രകാരം ഷാമിലി മുതൽ മീററ്റ് വരെ സൈനിക നടപടിയുടെ നാട് പിടിച്ചെടുത്തു, നീർത്തിട്ട് പരാജയപ്പെടുത്തി. ഇതാണ് 1857 സ്വാതന്ത്ര്യ സമരം സിപ്പാഹി ലഹള എന്ന് പറഞ്ഞു. ശിവായി ലഹള എന്നാണ് നമ്മൾ ആർക്ക് കത്ത് കൊണ്ടുപോകുന്നുണ്ട്. ശിവായി മകൾ തല്ലുകൂടിയതാണ്. സിപ്പാഹിയാണ്, മുജാഹിദിന്റെ ഹിന്ദി പരിഭാഷയാണ് സിപ്പാഹി. അഫ്ഗാൻ മുജാഹിദുകൾ കേട്ടില്ലേ? വാളെടുത്ത് പൊരുതുന്ന. അങ്ങനെ ദീനിന് വേണ്ടി ആലിമുസിയാളെ പോലെ പടക്കളത്തിറങ്ങാൻ ആഹ്വാനം ചെയ്ത അന്നത്തെ മഹാന്മാരായിരുന്ന ബ്രിട്ടീഷിനെതിരെ സൈന്യങ്ങളാണ് ദൈവത്തിലെ ആലിമ്യങ്ങൾ. അവരാണിൽ നിന്ന് ആള് പോകേണ്ടത്. ഇവരുടെ താല്പര്യമാണ്. അള്ളാഹുവിനെ പേടിയില്ലാത്ത അവർ ഇവരെ ഇല്ലാത്ത കള്ളത്തരങ്ങൾ എഴുതി. കള്ളത്തരം 100% കള്ളത്തരം. ഒരു ഉസ്താദ് പ്രസംഗിച്ചു നമ്മുടെ നാട്ടിൽ വന്നിട്ട്, അള്ളാഹ് കളു പറയുന്നത് പിന്നാലെയാണ് ഈ ദബലികാരം നടത്തുന്നത്. ഇത്ര മോശപ്പെട്ട വേറെ പാർട്ടിയില്ല. ഒറ്റ വാക്കുകൊണ്ട് പള്ളി കാലിയായി. കാരണം കളു പറയാതെ പിന്നാലെ പോണോ?
ഞാൻ ഫതാവ റഷീദിൽ നിന്ന് നല്ല കാലത്തിന് അതിൽ 2 അറി 10 വേണ്ട ആക്കിയൊക്കെ ഉറുദുലാണ്. റഷീദ് എന്നത് ഗംഗോഹിയാണ് ഇങ്ങനെ 10 കൊടുത്തു എന്ന് അഹമ്മദ് സാഖാൻ പറഞ്ഞത്. ഞങ്ങൾ ആ 10 കാണിക്കുന്നതിനായിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല, അത് കാണിക്കാൻ കഴിയില്ലല്ലോ. ഏതാ ഒച്ചപ്പാടെ എല്ലാവരും അല്ല കള വരുന്ന പോലെ പിന്നാലെ കൂടാൻ പാടില്ല, ബ്രിട്ടീഷിന് ഇവിടെ നിൽക്കാം, അതാണ് പരിപാടി. അവ അദ്ദേഹത്തിനോട് ചോദിച്ചു, അള്ളാഹു കളവ് പറയുന്ന ഒരാൾ വിശ്വസിച്ചാൽ പറഞ്ഞാൽ അവന്റെ വിധി എന്താണ്? അദ്ദേഹം ഞെട്ടിത്തിൽ ചോദിച്ചു, അമൻ അസ്തഖു മിനല്ലാഹി ഖീല, അള്ളാഹിനെ പോലെ സത്യം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിനെ പോലെ സത്യം പറയുന്ന ആരുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുത്തു. ഇവിടെ എൻ്റെ മത്വ അവന് ഞാൻ അവൻ കാഫറാണ്, മുർത്തദ്ദാണ്, നീന്ന് പുറത്താണെന്നൊക്കെ പറഞ്ഞു. അത് അന്താരാഷ്ട്ര പ്രതിനിധി കൊടുത്തുകൊണ്ട് മക്കയിലെ 4 മദ്ഹബിലെയും മുഫ്തിമാരുടെ ഔദ്യോഗിക ഫത്വ ഇതിന് ശരിവെച്ചുകൊണ്ട് അതും അറബിയിൽ ഷോർട്ടാക്കി കൊടുത്തിട്ടുണ്ട്, അറബിയിലാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്തു. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് കൊടുത്തു. അദ്ദേഹത്തിന് കൂടെയുള്ള നമ്മുടെ ടോപ്പിലുള്ള ആളാണ് ഇത് പറഞ്ഞിരുന്നത്. നിങ്ങൾ അയാൾക്കൊരു കോപ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിന്നെ കണ്ടപ്പോൾ കൊടുത്തിട്ടില്ലാതെ മനസ്സിലായി. ഞാൻ വേറെ കൊടുത്താളാന്ന് പറഞ്ഞു. എപ്പോഴൊരു സംഭവം അത് നോക്കിയിട്ടാക്കി പറഞ്ഞാൽ പോരായിരുന്നോ? ചോദിക്കാൻ പറ്റില്ല. മഹാഭൂരിപക്ഷം ആ പറയുന്ന കളവ് നേരാന്ന് വിചാരിച്ചില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 100% കളവാണ് ദൈവന്തി ആളുകളെ കുറിച്ച് പറഞ്ഞത്. അത് ഉത്തരവാദിത്തത്തോടെ തെളിയിക്കാൻ നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ മരിക്കാനും യാതൊരു കുഴപ്പമില്ല. പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഷിയായിസത്തിൻ്റെ ഒരു വശമാണ്, ബ്രിട്ടീഷ് സേവയാണ്. ആ കാലഘട്ടത്തിൽ പല പ്രസ്ഥാനങ്ങൾ അതിൽ ഉള്ളെടുത്തിട്ടുണ്ട്. അതുപോലെ മുസ്ലിം വിരോധം കണ്ടില്ലേ BJP-ക്കാർക്ക്? BJP വരുന്നതിന് മുമ്പ് എന്താണ് എൻ്റെ പേര്? ഇന്ത്യൻ ജനാധിപത്യ വരുന്നതിന് മുമ്പ് ഗോൾവാൾക്കർ സംഘടന, പേര് വ്യത്യാസമല്ല. ആ സംഘടന ഉണ്ടാക്കാനുള്ള 3 ലക്ഷ്യങ്ങളിൽ ഒന്ന് മുസ്ലിമീങ്ങളെ എതിർക്കുക എന്നുള്ളതാണ്. ബ്രിട്ടീഷ് അനുകൂലാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഭരണകാലത്ത് ചെയ്ത് വെച്ച പണിയാണ്. അവർ പോയ കഥ പറയുന്നില്ല, അതാണ് അവരിപ്പോഴും പ്രചരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവരിപ്പോഴും പ്രചരിപ്പിക്കുന്നതാണ്. ബ്രിട്ടീഷുകാരൊക്കെ അവിടുന്ന് പോയി. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പൊന്നാനി കേന്ദ്രമായി പരിശ്രമിച്ചിരുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ട് ദ്വാരന്നിട്ടാണ് ഞങ്ങളൊക്കെ കിതാബ് പോയത്. പള്ളി ദർസിൽ വടത്തിലിരിക്കുകയാണ്. എന്നിട്ട് ദ്വാ ചെയ്യും, പറയും, യാ റബ്ബി വഫിഖ് ലനാ ലിൽ ഇൽമി നാഫിന നൂറൻ ബിബറകത്തി സൈനുദ്ദീൻ മഖ്ദൂമി. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ ബറക്കത്തുണ്ട്, പഠിച്ചവരെ ഞങ്ങൾക്കൊക്കെ നാഫിയായാലും തൗഫീഖ് തരണേന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തിട്ട് പഠിച്ച ഇൽമാണ്. അല്ലാഹു അക്ബർ. അന്ന് അങ്ങനെയായിരുന്നു. പൊന്നാനി വിളക്കത്തിരുന്ന മുസ്ലിയാരാകും. നടന്ന് പോയി ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ട് ഇൽമിന്റെ തലവിൽ പോയി ആത്മീയ വിജ്ഞാനം നേടി. അതിന്റെ കേന്ദ്രമായിരുന്നു പൊന്നാനി. പൊന്നാനി കൈക്കാർ, അപ്പുറത്ത് കൊണ്ടോട്ടി കൈക്കാർ. കൊണ്ടോട്ടി കൈക്കാർ എന്താണ്? അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതാണ്. അവരെ തന്നെ ഈ ചായവുള്ള ആളാണ് ഷിയ തന്നെയാണോ പൊന്നാനിക്കാരെ ആലിമാണെന്ന് 10 കൊടുത്തത്? നമ്മൾ ഷിയ ചായവ് എന്ന് പറയും, ചായവല്ല ഇത് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോഴാണ് അവിടെ കുബ്ബ വന്നത്. അപ്പോൾ ആ ഗ്രാമപ്രദേശക്കാർ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ ആൾക്കാർ, ഈ കല്ല് എങ്ങനെ ഇവിടെ കയറി? ഈ കല്ല് കയറിയ സ്ഥലങ്ങൾക്കെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഹമ്മദാബാദ് ഉണ്ടാക്കിയ അഹമ്മദ് എന്ന് പറഞ്ഞ ആൾ, അവിടെ അഹമ്മദാബാദ് നഗരത്തിൽ 14 പത്രവാരി മസ്ജിദ് കരിങ്കല്ലുകൊണ്ടുണ്ടാക്കിയ വല്ലാണ്. അത്ഭുതപ്പെട്ടു പോകും. അതിൽ ഒരു 1-2 ഏക്കർ വലിപ്പമുള്ള വലിയ ജുമാഅത്ത് പള്ളിയുണ്ട്. നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കണം. നിങ്ങൾ ആരും പറയില്ല മനുഷ്യന്മാർക്ക് അത് കയറ്റാൻ കഴിയും. എനിക്ക് പറയാൻ തോന്നിച്ചില്ല. മനുഷ്യ ശക്തി കൊണ്ട് അത്രയും വലിയ പാറക്കല്ല്, ഇത്രയും നീളത്തിൽ, ഇത്ര ഉയരത്തിൽ കല്ലിൻ്റെ കാലുകൾക്ക് മുകളിൽ വെച്ചിട്ടൊരു പള്ളി ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല. അന്നത് കാത്തല്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ ചില സൃഷ്ടികൾ അവരെ സഹായിക്കുന്നുണ്ടാവും. ലേശൊന്ന് വിലങ്ങ നടന്നു കൊടുത്താൽ അവരെല്ലാം സഹായം ചെയ്യും. കേൾക്കണമെങ്കിൽ രസം. അവിടുത്തെ ഷാ ആലെന്ന് പറഞ്ഞ വലിയ പണ്ഡിതൻ, അദ്ദേഹം ദൈവങ്ങൾ അംഗീകരിക്കുന്ന ആളല്ല, പോട്ടെ. അദ്ദേഹം എന്നോട് ചോദിച്ചത് കാന്തപുരത്തിനെ പറ്റിയാണ്. ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഗൺമേനെ വെച്ചിട്ടാണ് പള്ളിക്ക് ഇമാമത്തിന് വരുന്നത്. അത്രയും ആവുന്ന അവസ്ഥയിലുള്ള ആൾ. ഈ രാജാവിൻ്റെ ഖബർ അവിടെ ഉണ്ട്, കുറേ ഹാളുകളൊക്കെ ഉണ്ട് അന്നത്തേനനുസരിച്ച്. ഞാൻ അവിടെ പോയി സിയാർത്ത് ചെയ്തു. അദ്ദേഹം എന്നെ ചോദിച്ചിട്ടുണ്ട് പോയത്, വേറെ സിയാർത്ത്. അവിടെ ആളൊന്നുമില്ല. അപ്പോൾ ഒരു മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കർബലയിലെ ഹുസൈൻ അള്ളാഹുവിൻ്റെ മക്ബറ ഉണ്ട്. മേപ്പോട്ട് തട്ടിട്ടായിപ്പോൾ ഒരു രൂപം, അതിലൊരു ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് പേരുണ്ട്. അതവിടെ വെച്ചിട്ട് ഈ മുറിയിൽ എന്താണെന്നറിയോ, മുഹറം 10 അന്ന് എഴുന്നള്ളിക്കുമ്പോൾ ഷിയാക്കളുടെ ഘോഷയാത്രയുടെ മുമ്പിൽ പിടിക്കുന്നതാണത്. അതിൽ എഴുന്നള്ളിക്കുന്നതാണ് ആ മക്ബറ. അത് സൂക്ഷിച്ചിരിക്കുന്ന ഈ സുന്നി പള്ളിയിലാണെന്നർത്ഥം. അപ്പം ഈ സുന്നിയും ആശയം രണ്ടും ഒന്നാണെന്നുള്ളതിനെ ജീവിക്കുന്നൊരു തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യം. അത് നമ്മളെ ഉസ്താദന്മാർ മനസ്സിലാക്കിയാൽ നന്നായി.
അത് ഷിയാക്കളവരോട് പിന്നാലെ പോയിട്ട് സുന്നിയാകാന്ന് വെച്ചാൽ നടക്കൂല. അങ്ങനെ പോയ ആൾക്കാരാണ് പോയത്. ഹൈദരാബാദിന്റെ അടിയൊഴുക്ക്, ഹൈദരാബാദ് ബ്രിട്ടീഷ് അനുകൂലമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാതെ നൈസാം രാജാവിന് ബ്രിട്ടീഷുകാർ സ്വന്തമായി രാജാവധി നിലനിർത്തി കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോയത്. ഇന്ത്യൻ പട്ടാളം പിന്നെ ബലമായി പിടിച്ചെടുത്താണ്. ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഇവിടുന്ന് സൈനിക സേവനത്തിനും കച്ചവടത്തിനും തൊഴിലിനും ഒക്കെ പോകുന്ന ഫോറിൻ ഹൈദരാബാദാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ഹൈദരാബാദ് നിസാമായിരുന്നു. അവർ ബ്രിട്ടീഷ് അനുകൂലികളായി. അതുകൊണ്ടാണ് അവിടെ നിലനിന്നിരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട മുഫ്തി അഹമ്മദ് റിസാ ഖാൻ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കേരളക്കാരനുമായ ബഹുമാനപ്പെട്ട, അങ്ങനെ കുറച്ച് പറയുന്നില്ല, വലിയ മഹാനാണ്, രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലും മറ്റു കാര്യത്തിൽ ഞാൻ കുറ്റം പറയുന്നില്ല, വലിയ പണ്ഡിതനായിരുന്നു അഹമ്മദ് കോയ ഷാലിയാത്തി എന്ന് പറയുന്ന ആൾ. മരണം വരെ അവിടുത്തെ ഗ്രാൻഡ് മുഫ്തിയായിരുന്നു. അദ്ദേഹം ഇവിടുന്നാണ് വഫാത്തായിട്ടുള്ളത്. അന്നത്തെ കാലത്ത് ഒരു മാസത്തിൽ 100 റുപ്യാണ് അദ്ദേഹത്തിന് ഗ്രാൻഡ് കിട്ടുക. മറ്റുള്ളതൊക്കെ വേറെ. ഗവൺമെന്റിൽ നിന്ന് ഗ്രാൻഡ് കിട്ടിയിരുന്ന ഒരു മാസത്തിൽ 100 രൂപയാണ്. ഇന്ന് 100 രൂപ കിട്ടും, ഇന്ന് സാരമില്ല. അന്ന് 100 രൂപയ്ക്ക് എത്ര ഏക്കറ കിട്ടും, എന്തെല്ലാം കിട്ടും. 100 രൂപേൻ്റെ സാധനം എത്ര വലുതാണ്, ഒരു നാളാണ്ട് വിലൻ്റെ എത്ര വലുതാണ്. അതാണ് മാസാന്ത 100 രൂപ കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ദൈവബന്ധിക്കൾക്ക് എതിരല്ലാതെ 10 കൊടുക്കോ? ഇബ്നുദ്ദാബിന് എതിരല്ലാതെ പുസ്തകം എഴുതോ? ഇന്ന് തുർക്കികൾ ചെയ്ത് നോക്കി. ബ്രിട്ടീഷുകാർ ചെയ്യുന്ന പണിയാണ്. പട്ടാളക്കാരാണ് കൊല്ലും. ഇറാഖിൽ എന്താ ചെയ്ത്? റിപ്പബ്ലിക്കൻ സേനയുടെ അഡ്രസ് ഇല്ലല്ലോ. അവർ ശരിയാക്കിയ പിന്നെ പെണ്ണുങ്ങളും ആണുങ്ങളും പറയുന്ന പോലെ കേൾക്കെല്ലാം നിർത്തിയിട്ടുണ്ടോ? ഇതാണ് തുർക്കിയിലും എല്ലായിടത്തും ചെയ്തത്. എല്ലായിടത്തും ചെയ്തു. മലബാറിലും ചെയ്തത് അങ്ങനെ തന്നെയാണ്. യുദ്ധം ചെയ്യുന്ന ആൾക്കാരൊക്കെ നാട് കടത്തി കൊന്നു കളഞ്ഞു, തൂക്കിക്കൊന്നു, നാട് കടത്തി പേടിപ്പിച്ചു. 18 കൊല്ലം ശിക്ഷ വിധിക്കപ്പെട്ട പിതാവിൻ്റെ മോനാണ് ഞാൻ. 11 വർഷം അന്തമാനിലാണ് കഴിച്ചു കൂടിയിട്ടുള്ളത്. ഒരു കുറ്റം ചെയ്തിട്ടില്ല. 7 വർഷം അന്തമാൻ സെൻട്രൽ ജയിലിൽ കഴിച്ചു കൂട്ടിയ പിതാമഹന്റെ പൗത്രനാണ് ഞാൻ. ഇങ്ങനെ പഴയ തലമുറക്ക് പലതും സാധിക്കാൻ കഴിയും. പൊന്നാനി വിശ്വാസക്കാരെ മിണ്ടാതെയാക്കി തകർത്ത് കളഞ്ഞു. കൊണ്ടോട്ടിക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവിടെ പട്ടാളം വെടിവെക്കൂല, എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും. 3 ആളെ കൊന്നാൽ അദ്ദേഹത്തിന് കൊടുത്ത കീർത്തി ചക്രം, അതാണ് കൊണ്ടോട്ടി തങ്ങൾക്ക് ചോദ്യമല്ല. ഇഷ്ടമുള്ള 3 ആളെ കൊന്നാൽ ശിഷ്ടമുള്ള വിട്ടിട്ട് കൊടുത്ത അങ്ങനത്തെ പല പല ആനുകൂല്യങ്ങളും കൊടുത്തു. അങ്ങനെ ആ സ്വാധീനത്തിലൂടെ മലബാറിൽ തന്നെ മലബാറുള്ള കഴിഞ്ഞപ്പോൾ ഒരു പറ്റം ആൾക്കാർ വലിയ ആലിമ്യങ്ങളും അല്ലാത്തവരും ഒക്കെ ജീവിതം കൊതിച്ചിട്ട് പേടിച്ചിട്ട് അവരെ എങ്ങീരിച്ചിട്ടുള്ള ബ്രിട്ടീഷ് അനുകൂലങ്ങളായി മാറി. അങ്ങനെ ബ്രിട്ടീഷിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത്. നമ്മൾ അഹ്ലുസ് സുന്നത്ത് ജമാഅത്ത് മറ്റവരല്ല അത് വഹാബികളാണെന്ന് അവർ പറയും. ചരിത്രത്തിൽ ആദ്യം വഹാബി എന്ന് വിളിച്ചത് ബ്രിട്ടീഷ് സായിപ്പാണെന്ന് ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അവരാണ് ഇത് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. പറയാൻ വേണ്ടിയാണ് അഡ്വക്കേറ്റ് സുന്ദരയ്യരുടെ ലീഗൽ അഡ്വൈസ് പ്രകാരം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് ഉപദേശം കൊടുത്തതനുസരിച്ചാണ് ജമിയത്തുൽ ഉലമയുടെ തലക്കൽ സമസ്ത എന്ന് ചേർത്തുകൊണ്ട് രജിസ്റ്റർ ആക്കിയത്. അത് പ്രവർത്തിക്കാൻ വേണ്ടി ആയിരുന്നില്ല, ജില്ലാ സംഘടന ഒന്നുമില്ല. അത് ബ്രിട്ടീഷുകാരെ തൽക്കാലം പൊടി തപ്പാൻ വേണ്ടി ചെയ്ത പണിയാണ്. അതുകൊണ്ട് 68 വരെ കോഴിക്കോടിന് പോലും ജില്ലാ സംഘടനയില്ല. ബഹുമാനപ്പെട്ട AP ഞാൻ ഒരു ദിവസമാണ് മീറ്റിങ്ങിന് പോയത് ജില്ലാ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി. അതൊക്കെ അതാ. പിന്നെ ഇപ്പം സംഘടന ഇല്ലാത്തൊരു ഈ നാട് നിശ്ചലതായിപ്പോയി. അത് ശരിയല്ല. അവൾ പൊന്നാനിയിൽ ഒരുപോലല്ലേ അവിടുന്ന് പറയുന്ന ഒരു കാര്യം കേരളം മുഴുവൻ നടന്നില്ലേ? എല്ലാ സ്ത്രീക്കും ഒരേ വേഷം, എല്ലാ പുരുഷനും ഒരേ വേഷം, എല്ലാ കല്യാണം ഒരുപോലെ, എല്ലാ നിസ്കാരം ഒരുപോലെ, ഒരു ഖിലാഫില്ലല്ലോ. എങ്ങനെയാണ് അക്കാലത്ത് ഈ സന്ദേശത്തെ? അത് സംഘങ്ങളായി നടന്നു പോയി ദീൻ പഠിച്ച് പ്രയോഗിച്ചിട്ടല്ലേ, ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിന്നുകൊണ്ടല്ലേ. അതിനാണ് ബോംബ് വീണത്, ഊർക്കാപ്പട്ടാളം അടിച്ചമർത്തിയ. അതാണ്. അതിനുശേഷം ശരിയായ രീതി നമുക്ക് കിട്ടിയിട്ടില്ല. ഈ കാര്യം ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഷിയായിസത്തിന്റെ അതിപ്രസരം കൊണ്ട് വന്നുപോയതാണ്. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പൊന്നാനിയിൽ 2 മീസാങ്കല്ലാതെ വേറൊന്നും കാണൂല. അവിടെ ഉറൂസില്ല. ഉറൂസ് സമസ്തയിലും ഇല്ല. പണ്ട് എൻ്റെ ബഹുവന്യനായ ഉസ്താദ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവരൊക്കെ ആരാധനകളെ മനസ്സിലാക്കിയത് ഒരു ദിവസം ദർശനം പറഞ്ഞ് ലാസ്തഗീസു, ഞാൻ ഇസ്തിഗാഥ ചെയ്യൂല, അൽ ഇസ്തിഗാഥ ഖബീഹ, അത് മോശമാണ്. പിന്നെ പറഞ്ഞു വഹാബികളോട് പിന്നെ നമ്മളത് ജായിസാന്ന് പറയും. കാരണം അവർ അടക്കി ആക്ഷേപിച്ച് കളഞ്ഞാണ്. അതതിൻ്റെ വശം. തീരെ ഒന്നും പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാത്ത രീതിയിൽ കൂട്ടിയപ്പോൾ ജായിസാന്ന് ചില കോലം നമുക്ക് പറയേണ്ടതെന്നേ ഉള്ളൂ. ഞാൻ മുമ്പ് ചെയ്യാറില്ലല്ലോ. ഒരൊറ്റ ദ്വയിലും ഇസ്തിഗാഥ ഉണ്ടാകും. നേരെ അള്ളാഹിനോട് ദുആ ചെയ്യും. അവിടെ നിന്നോ ഇല്ല. ഉറൂസിന് മധ്യമെതിരാണ്. അദ്ദേഹത്തിന് മുൻഗാമിയായ പ്രസിഡന്റ് അബുൽ ഹഖ് അബ്ദുൽ ബാരി മുസ്ലിയാർ, ഇതെല്ലാം പറഞ്ഞു വിട്ടാൽ ശരിയാവില്ല, മൈക്കെട്ടാൻ കാശുങ്ങൾക്ക് ഉണ്ടാവുമല്ലോ.
അബ്ദുൽ ഹക്ക് അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാശാണ് കാര്യമായിട്ട് ആ കാലഘട്ടത്തിലൊക്കെ ഉപകരിക്കാം. മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാർ എഴുതിയ ശരിവച്ചൊരു കിതാബിൻ്റെ കോലാണിത്. ഈ കിതാബിൻ്റെ പേരെന്നുള്ള കേട്ടോളി. ആയിക്കോട്ടെ, ഇത് പറഞ്ഞു മർമ്മത്തെത്തിയപ്പോഴാണ് കൊലയ്ക്ക് വെട്ടാനൊരുങ്ങുമ്പോൾ കയറണ്ടെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ. ഇഫാത്തുൽ അൻവാർ ഫി ഇളാത്തി നൂറിൽ അബ്സാർ. നൂറുൽ അബ്സാർ എന്ന കിതാബുണ്ടല്ലോ ഫിഖ്ഹിലെ, അതിന് കുഞ്ഞിൽ മൗലവി കൈപ്പറ്റ കുഞ്ഞി മുസ്ലിയാർ എഴുതിയ ഒരു ശറഹുണ്ട്. അതിൻ്റെ പേരാണ് ഇഫാത്തുൽ അൻവാർ. അതിന് അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തന്റെ പ്രസിഡന്റാണ് അവതാരിക എഴുതിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയാണ്, ഈ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഷാഫി മദ്ഹബിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്ക് യോജിച്ചതിന് കണ്ടു. ഷാഫി കണ്ടു അദ്ദേഹം പറയാം. എന്നിട്ട് അതിൽ പറഞ്ഞത് എന്താ അറിയോ? അത് 700 ചില്ലാനും പേജുള്ള ബുക്കാണ്, ഒരു കിതാബാണ്. ബയാനിയ ബസ്സിൽ അടിച്ച അറബിയുള്ള കിതാബാണ്. അതിൽ പറയുന്നത് കുറേ ഭാഗം പറയുന്നത് ഉറൂസ് പാടില്ല എന്നല്ല. ഖബറിൻ്റെ അടുത്ത് ആൾക്കാർ ഒരുമിച്ച് കൂടാൻ പാടില്ല, അത് ബേദാക്കാൻ പാടില്ല. വിശ്വാസം പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് ചോദിക്കാണ്. വൈങ്കാൻ നഫ്സുൽ ഒരു പ്രത്യേക ദിവസം ഒക്കെ പറയുന്നുണ്ട്. പോട്ടെ, വൈങ്കാൻ നഫ്സുൽ ഇത്തിമായി ബി കസറൻ നിന്തൽ കുബൂരി ഫി യൗം മുഅയ്യൻ. കൊല്ലത്തിലൊരു നിശ്ചിത ദിവസത്തിൽ ആൾക്കാർ വലിയ തോതിൽ ഒരു ഖബറിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടുന്നത് തന്നെ ശറയിൽ നിരോധിക്കപ്പെട്ട സംഗതിയാണെങ്കിൽ, വേറെ ദീനെതിരായ സംഗതികൾ ഉണ്ടാകുമ്പോൾ ഏതുപോലെ മുസാഹമത്തി നിസായി റിജാല, പുരുഷന്മാരെ സ്ത്രീകൾ പുരുഷന്മാരെ തെക്കുക തുടങ്ങിയുള്ള തെറ്റാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് എന്തുമാത്രം കുറ്റകരമായിരിക്കും. അതുകൊണ്ട് ആ ഒഴിച്ചുകൊള്ളും തെറ്റാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരിൽ പറയുന്നു. ഇവർ മസല പഠിച്ചോളി. ഇതേ കിതാബിൽ പറയാണ്, ഇതാ ഹസബിൽ ഇജ്തിമാഇൽ ദിക്രിൻ, ദിക്റിന്റെ മജ്ലിസ് ശ്രദ്ധിക്കുക. ഔ സ്വലാത്തി തറാവിഹി, അല്ലെ തറാവിഹിന്റെ നിസ്കാരം നടക്കുന്ന മജ്ലിസ്, ഔ നഹ്വിഹിമ, അല്ലാത്ത മുഹറമുൻ ഹറാമായ ഒരു സംഗതിയുണ്ട്. എന്നാൽ കഴിവുള്ള ഒരാൾക്ക് ആ ഹറാമായ കാര്യം തടയേണ്ടതും അതിൽ പങ്കെടുക്കേണ്ടതും നല്ലതാണ്. അല്ലാത്ത പക്ഷം അവിടെ പോവാതിരിക്കുകയാണ് വേണ്ടത്. നിഹായ മുഗനി തുടങ്ങിയുള്ള ഇബാറത്തുകൾ കൊടുത്തുകൊണ്ട് ഈ ഇഫാത്തുൽ അൻവാറിൽ കൊടുത്തിരിക്കുകയാണ്. അത് ഷാഫി മദ്ഹബിലുള്ള മസ്അലയാണെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അബുൽ ഹക്ക് അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്തയുടെ മുൻ പ്രസിഡന്റാണ്. എന്നിട്ട് ആദ്യം പറഞ്ഞ് പറയാണ്, മൗലൂദിന്റെ മൗലൂദ് എന്ന് പറയുന്ന അമല്, അതിൽ ദീനെതിരായ വല്ല സംഗതി ഉണ്ടെങ്കിൽ അത് ആലിമികൾ തടഞ്ഞിരിക്കുന്നു. ഏതുപോലെ ഒലവുക്കാർന്ന് മൊജറദ് റിയത്തി നിസായി, സ്ത്രീകൾ അന്യപുരുഷന്മാരെ കാണും എന്നത് മാത്രമാണ്. മനസ്സിലായില്ല? വീട്ടിലെ സ്ത്രീകൾ അന്യപുരുഷന്മാരെ കാണാനുണ്ട്, എന്നാൽ ആ അമല് പാടില്ല എന്ന് നമ്മുടെ ഇമാമികൾ പറഞ്ഞിട്ടുണ്ടെന്ന് സമസ്തയുടെ പ്രസിഡന്റാണ് എഴുതിയിരിക്കുന്ന ഈ കിതാബിൽ, അറബിയിലെ കിതാബാണ്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഒരുപാട് കാണാം. കവറ് പുതയ്ക്കാൻ പാടില്ല, അത് ത്വാഫ് ചെയ്യാൻ പാടില്ല, അത് കൈകൊണ്ടോ വസ്ത്രം കൊണ്ടോ തടയാൻ പാടില്ല, അത് വായ കൊണ്ട് ചുംബിക്കാൻ പാടില്ല, അത് യഹൂദി നസാക്കളാണ് ഇഹന്റെ വിവാദത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സാധാരണക്കാരൻ നേർച്ചയാക്കുന്നത് ആ സ്ഥലത്തിൻ്റെയോ കബറിൽ കിടക്കുന്ന ആടെ ബഹുമാനത്തിന്റെ പേരിലാണെങ്കിൽ ആ നേർച്ച ശരിയാകുന്നതല്ല. ഫലാ എന്നഖിദു ലിഅന്നഹും യഅതഖിദൂന അന്ന ലിഹാദിൽ അമാകിനി ഖുസൂസിയാത്ത്, അത് നേർച്ചയാകുന്നില്ല കാരണം ആ സ്ഥലങ്ങൾക്ക് ചില പ്രദേശം ഉണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. വയറവുന അന്നനെതിരെ ഇലൈഹ, അങ്ങോട്ട് നേർച്ചയാക്കുന്നത് ഇമ്മാ എന്തഫീൽ ബലാവു, ബുദ്ധിമുട്ടുകൾ നീങ്ങുവാൻ കാരണമാകുന്നവർ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ പറയുന്നില്ല, കിതാബ് കിട്ടുന്ന കഥയാണ്, നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പഴയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഫിഖ്ഹും ആ ആദർശങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് തടസ്സം അറിയാത്തൊരൊഴുക്ക് ബ്രിട്ടീഷ് യൂറോപ്യൻ പഴുതിലൂടെ ഷിയ ആദർശങ്ങൾ കടന്നു വന്നിട്ട് നടക്കുന്നുണ്ട്. ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. രണ്ടു കൂട്ടരും യുവ തരംഗം വിപ്ലവത്തിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനത്തിന്റെ ആൾക്കാരും ചെയ്യണം. ഈ വിഷയത്തിന്റെ അത് എത്താൻ സാധിച്ചിട്ടില്ല, അങ്ങനെയായി നിൽക്കുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഈ വിഷയമായ എല്ലാ ഗ്രന്ഥങ്ങളും ഇപ്പോൾ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തൗഫീഖ് തരുമാറാകട്ടെ. ആർക്കെങ്കിലും അപൂർണമായ വല്ല തെറ്റിദ്ധാരണമായ പരാമർശം വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഈ മാന്യമായ സദസ്സിന് സമയം ഇനിയും എടുക്കുന്നത് ശരിയല്ല, ക്ഷമിക്കണം. അള്ളാഹു നമ്മുടെ എല്ലാം അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസ ആദർശ കർമാനുഷ്ഠാനങ്ങൾ ജീവിപ്പിച്ച് ഈമാനോട് മരിപ്പിച്ച് സ്വർഗത്തിൽ ഒരുമിച്ച് തരുമാറാകട്ടെ. എല്ലാവർക്കും ഈ വഴിക്ക് വരാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.